ദിവസം ഇന്നത്തെ ദിവസം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകുന്നു. ഡോക്ടർ അനിത പറഞ്ഞ പോലെ നമ്മളൊക്കെ ഡോക്ടറായിരിക്കുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾ അല്ലെ ആർക്കൊക്കെ നമുക്ക് സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ എന്താ പറയണ്ടേ, നിർദ്ദേശാനുസരണം എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ദൈവമാണ് നമുക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്, ദൈവമാണ് നമുക്ക് അറിവ് തന്നത്, ദൈവമാണ് സൗഖ്യമാക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് വലിയൊരു ഒരു ഗാദറിങ്ങിനെ പ്രതീക്ഷിച്ചിട്ട് അല്ല എന്നറിയാമല്ലോ. ഞാൻ പണ്ട് ഹോമിയോപ്പതിയിൽ വളരെ പ്രചരണം നടത്തുന്ന സമയത്ത് പോലും ഞാൻ വിശ്വസിക്കുകയും ഒത്തിരി പ്രാവശ്യം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയോട് നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കുമെങ്കിൽ അയാളുടെ ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുക, കാരണം ഈ അത്ഭുതകരമായ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് പറയുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം ഈ പ്രചരണം എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറയുമായിരുന്നു, വർഗീസ് ഹോമിയോപ്പതി പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അതങ്ങ് വളർന്നോളിയല്ലേ. ഇല്ല എന്ന് നമുക്ക് മാത്രം അറിയാം. കാരണം ഹോമിയോപ്പതിക്ക് അലോപ്പതി പോലെ വളരാൻ പറ്റിയ ഒരു സാഹചര്യങ്ങൾ ആയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം നിലയിലെത്തിയിരിക്കുകയാണ്, 2ാം തലത്തിൽ. ഇപ്പൊ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അത് 1ാം നിലയിലേക്ക് ആക്കാൻ സാധിക്കും എന്നുള്ളത് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ നിലയിൽ പോയാൽ അത് സാധ്യമാവുകയില്ല എന്നുമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മുടെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി ഒരു ശൈശവ വിവാഹത്തിൽ പെട്ട് ആ ബാന്ധവം ഒരു ഭാരമായി കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. നമ്മുടെ പുതിയ തലമുറ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നവര് ഒരുപക്ഷെ MBBSകാർ പറയുന്നതിനേക്കാൾ അല്ലെ അറിയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മെഡിസിൻ എന്ന് പറയുന്ന വിഷയത്തിൽ അറിയാം. പക്ഷേ അവർക്ക് ഹോമിയോപ്പതി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളിടത്താണ് അവർക്ക് വിഷമം വരുന്നത്. അപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ ഇന്റർനെറ്റിലുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ചിലപ്പോൾ. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ എ ഡിവോഴ്സ് ഫ്രം കൺവെൻഷണൽ മെഡിസിൻ ആൻഡ് ഫോർ എ റീമാരേജ് വിത്ത് അവർ ജർമ്മൻ ന്യൂ മെഡിസിൻ. ഇപ്പം എൻ്റെ ടോപ്പിക് അറിയാമല്ലോ, ജർമ്മൻ ന്യൂ മെഡിസിൻ അല്ലെങ്കിൽ GHK, ജർമാനിഷെ ഹൈൽക്കുണ്ടെ അല്ലെങ്കിൽ ജർമാനിക് ഹീലിംഗ് നോളജ്, GHK എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമ്മുടെ ഹോമിയോപ്പതി സുഹൃത്തുക്കൾക്ക്, പ്രൊഫഷണലുള്ളവർക്ക് പരിചയപ്പെടുത്താനും അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കാനുമാണ് എൻ്റെ ഒരു ജീവിത ധർമ്മമായിട്ട് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം അഡ്വാൻസ്മെൻറ്റ് നടക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നവംബർ-ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് 45 രാജ്യങ്ങളിലുള്ള വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 90th ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ ഹാമർ മെയ് മാസം മുഴുവനും ഒരു 10-16 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിൽ. അത് 7500 പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം വരുന്ന കാര്യം. ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഹോമിയോപ്പതിക്കാർക്ക് വേണ്ടി മാത്രം, എക്സ്ക്ലൂസീവ്ലി ഫോർ ഹോമിയോപ്പസ്, GHK ഫോർ ഹോമിയോപ്പസ് എന്ന ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു കോഴ്സ് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ എന്ന ഞങ്ങളുടെ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരു ബഹുമാനിതനായ ഫാക്കൽറ്റി മെമ്പറാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ അനിത സോമനെ നിങ്ങൾക്കറിയാം, വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറും GHK ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ളവർ വളരെ കുറച്ചു പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബൈബിളിലൊരു വചനമുണ്ട്, ഉപ്പ്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് പറയും. ഉപ്പ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അത് കെട്ടുന്നവരെ എല്ലായിടത്തേക്കും വ്യാപിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വളരെ കുറച്ച് പേര് മതി, പക്ഷെ അത് ഉപ്പ് പോലെ, അത് ഒരു ഡഫ് ഓഫ് നമ്മൾ പറയാല്ല മാവ്, അത് കൊണ്ട് നമുക്ക് വികസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാളിൽ നിന്ന് 2 നിന്ന് അങ്ങനെ ഡോക്ടർ ഹാമർ എന്ന് പറയുന്ന, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ 2ാമത്തെ പ്രവാചകനായ ഡോക്ടർ ഹാമർ, അദ്ദേഹം 1935 മുതൽ 2017 വരെ ജീവിച്ച് അദ്ദേഹം പോയി.
എങ്ങനെയാണോ ഡോക്ടർ സാമുവൽ ഹനിമാൻ അദ്ദേഹത്തിൻ്റെ 88 വയസ്സിന് ശേഷം പോയി, ഈ രണ്ട് മഹാത്മാക്കളുടെയും എൻ്റെ ഒന്നാമത്തെ പ്രവാചകനാണ് ഞാൻ പറയുന്നത് ഡോക്ടർ ഹനിമൻ. ഈ രണ്ട് പ്രവാചകന്മാരുടെയും ഡെത്ത് ആനിവേഴ്സറിയാണ് നാളെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിൻ്റെ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസവും രണ്ടുപേർക്കും ട്രിബ്യൂട്ട് അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഞാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങളുടെ ടീച്ചിങ് ഫാക്കൽറ്റിയിൽ ഡോക്ടർ സന്തോഷ് കുമാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് 25 ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, ഓൾ ഓവർ ദി വേൾഡ്. ഡോക്ടർ സന്തോഷിനെ അബുദാബിയിൽ നിന്നാണ് കിട്ടുന്നത്, ഇഹാബ് മക്കി അബുദാബിയിൽ നിന്നാണ്, ഡോക്ടർ സാറ ഷെയ്ഖ് UK നിന്നാണ്. അങ്ങനെ ലോകം മുഴുവനിൽ നിന്ന് ഞങ്ങളൊരു നല്ല ക്രീമി, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഹോമിയോപ്പതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ പ്രിഡിക്റ്റീവ് മെത്തേഡ്സ് ആണ്. പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയിലൂടെയാണ് നമ്മളൊക്കെ ഡോക്ടർ ഫുലുജേക്കറുടെ ശിഷ്യരായതും. അങ്ങനെയാണ് നമുക്കൊക്കെ ഈ GNM എന്ന് പറയുന്ന ഈ അതിമനോഹരമായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, നിങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്ലോബൽ GSK ഫൗണ്ടേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണം, അവിടെയുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഇനി ഉടനെ തന്നെ ആരംഭിക്കാൻ പോകുന്ന GSK ഫോർ ഹോമിയോപ്പസ് എന്ന എക്സ്ക്ലൂസീവ് കോഴ്സ്, അതിൽ പങ്കെടുക്കുക. അവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ക്ലാസ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, അതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം വിചാരിച്ചിരുന്നത് അനിത ഡോക്ടറുടെ GNM ഇൻ ഹോമിയോപ്പതി പ്രാക്ടീസ്, അല്ലെ GSK ഇൻ ഹോമിയോപ്പതി പ്രാക്ടീസ് എന്നൊരു ജനറൽ ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ വന്ന് നമുക്കൊരു ഡിസീസിനെ കുറിച്ച് പറയാം. കാരണം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞ് കുറച്ച് ദിവസമായി. അപ്പം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഡിസീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സിംറ്റം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസീസിന്റെ പേരിന് വലിയ അർത്ഥമില്ല. അത് ഹോമിയോപ്പതിക്കാരായാലും ജർമ്മൻ ന്യൂ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ആയാലും, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ഈസ് ദി കോൺഫ്ലിക്റ്റ്. അതെങ്ങനെയാണ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? നമുക്ക് കോൺഫ്ലിക്റ്റ് പലപ്പോഴും നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. രോഗി വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യമേ ഡോക്ടറെ ഇന്നലെ എൻ്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയി എന്നോ, എനിക്കൊരു നല്ല ജോലി ഗൾഫിലുണ്ടായിരുന്നു, അത് എല്ലാം പൊട്ടിപ്പോയി, കമ്പനി പൂട്ടിപ്പോയി, അതുകൊണ്ട് എനിക്ക് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സുകൾ പറഞ്ഞുകൊണ്ടല്ല ഒരു രോഗി നമ്മുടെ അടുത്ത് വരും. നമ്മുടെ അടുത്ത് വരുന്ന രോഗി സാധാരണ നമ്മുടെ കേസ് ചെക്കിങ്ങിൻ്റെ രീതിയിൽ എന്താണ് പ്രശ്നം, ആദ്യം നമ്മൾ പേര് ചോദിക്കുന്നു, ഫുൾ നെയിം, അഡ്രസ്സൊക്കെ ചോദിച്ചു, വയസ്സ് ചോദിച്ചു, നമ്മുടെ സ്പൗസിനെ കുറിച്ച് ചോദിച്ചു, പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങ് പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ വ്യക്തിയെ നമ്മൾ മാസ്മാറ്റിക്കലി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പിയറൻസ്, വേ ഓഫ് ടോക്കിംഗ്, അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ കിട്ടുന്ന ഭാഗമാണ് ആദ്യത്തെ ഭാഗം, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് ശേഷം ഡോക്ടർ ലാസറാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, പ്രിൻസിപ്പിൾഡ് പ്രാക്ടീസ്, ഹോമിയോപ്പതി പ്രാക്ടീസ്. അപ്പോൾ മയാസം ബേസ്ഡ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അബൌട്ട് ദി ഡീപ്പസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് മയാസം നമ്മളെയൊക്കെ പഠിപ്പിച്ച ഡോക്ടർ പ്രഫുൽ ജേക്കറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടാണ് നമ്മളൊക്കെ ഇതിലേക്ക് വന്നതും. അങ്ങനെ തന്നെയാണ് GNM അല്ലെ GHKയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞ മതി തന്നെ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകം അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും. പ്രിൻസിപ്പിൾഡ് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഒത്തിരി പേര് പ്രിൻസിപ്പിൾഡ് അല്ലാതെ പോകുന്നു. നമ്മളെപ്പോഴും ഒരു പ്രിൻസിപ്പിൾഡ് ലൈഫ്, പ്രിൻസിപ്പിൾഡ് അല്ലെങ്കിൽ എന്താ പറയുക, വാല്യൂ ബേസ്ഡ് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയാസം ബേസ്ഡ് മെയിൻലി. മാത്രമല്ല, നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി വിട്ടിട്ട് ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായ പ്രാക്ടീസ് അല്ല. വേറെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? നമുക്ക് ഒത്തിരി പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുകയാണോ, അതെ പണം ഉണ്ടാക്കുകയാണോ, ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ആ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി സിസ്റ്റം യു പ്രാക്ടീസ്, അതിനെ ഇഗ്നോർ ചെയ്യുക, അതിനെ ബൈപ്പാസ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ജീവിതത്തിനും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വിളിച്ചിരിക്കുന്നത്, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടം,
വിളി എന്ന് പറഞ്ഞാൽ ഒരു ദൈവവിളി എന്നൊക്കെ നമ്മൾ പറയും. അതിനെ വൊക്കേഷൻ എന്നാണ് പറയുക. അതായത് ദൈവമാണ് എന്നെ ഈ പ്രൊഫഷനിലേക്ക് വിളിച്ചത്, അല്ലെങ്കിൽ ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ തെറാപ്പി, GNM തെറാപ്പിയിൽ ഞാൻ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ജന്മം പോലും നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഇതൊക്കെ ഞാൻ സാധാരണ എൻ്റെ തെറാപ്പി സെഷനിൽ പറയുന്നതാണ്. യു ആർ നോട്ട് ബോൺ ഔട്ട് ഓഫ് യുവർ ചോയ്സ്. യു ഡിഡ്ന്റ് ചൂസ് യുവർ ഫാദർ, യു ഡിഡ്ന്റ് ചൂസ് യുവർ മദർ. അപ്പോൾ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് വാസ് നോട്ട് യുവർ ചോയ്സ്. Your gender was not your choice. Your name even is not your choice. അപ്പോൾ ആ ന്യൂ ബോൺ ബേബി മുതൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന 50, 60, 70 വയസ്സ് വരെയൊക്കെ ആയിരിക്കുന്ന കാലത്തിൽ നടന്നതെല്ലാം നമുക്ക് തന്നതാണെന്നും കിട്ടിയതാണെന്നുമുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു നല്ല ഡോക്ടറാകും. ഇതേ ആശയം നമുക്ക് പേറുവാണെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ അല്ലെങ്കിൽ സോക്കോൾഡ് ക്ലയൻസിനെ നമുക്ക് നന്നായിട്ട് സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ അവിടെയാണുള്ളത്. അതായത് ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മോൻ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വാചാലമാകുമ്പോൾ ആ വീട്ടിലുള്ള ഒരു പ്രോഗ്രാം, ഇന്നത്തെ അറിയാമല്ലോ, ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാൻ 11 മക്കളുള്ള എൻ്റെ പേരൻസിൻ്റെ 4ാമത്തെ മകനാണ്. അപ്പോൾ അത് പഴയ കാലം. ഇന്ന് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ചൈൽഡാണ്. 2 കുട്ടികളുണ്ടെങ്കിൽ തമ്മിൽ ഫൈറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹെഡേക്കാണ് പേരൻസിനെ സംബന്ധിച്ച്. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈൻ ഡിസൈനിങ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെയുള്ള ബോധ്യമില്ലാതെ വരുമ്പോഴാണ്. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ക്ലയൻറ്റിൻ്റെ ക്ലയൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് രോഗം എന്ന് പറയുന്നത് മനസ്സിലാകാതെ നമ്മൾ ഉടനെ സ്ട്രെയിറ്റ് ഫോർവേഡ് വാട്ട് ഈസ് ദ റൂബ്രിക്, വാട്ട് ഈസ് ദ സിംറ്റം, എങ്ങനെ പോകുന്നതിനേക്കാളും അങ്ങനെയല്ല പോകേണ്ടത് എന്നാണ് എനിക്ക് പറയുക. കാരണം എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ചില പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്, എൻ്റെ ക്ലിനിക്കിൽ വരുന്ന രോഗിയോട് ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി, എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഒരു കംപ്ലൈൻറ്റ്, 2 കംപ്ലൈൻറ്റ്, 3 കംപ്ലൈൻറ്റ്, 18 വരെ കംപ്ലൈൻറ്റ് പറഞ്ഞ രോഗികൾ എൻ്റെ അടുത്ത് ഈയിടെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നടുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, ഗ്യാസ്ട്രിക് പെയിൻ ഉണ്ട്, ഇവിടുന്ന് ഒരു വേദനയുണ്ട് ഡോക്ടറെ, ഇവിടെ ഒരു വേദനയുണ്ട്, ഇവിടെ ഇച്ചിരി കഴലയുണ്ട്, പല്ല് കേടാണ്, അല്ലെങ്കിൽ കണ്ണിന് കുഴപ്പമുണ്ട്, ഈ വാരിയലിൻ്റെ അടിയിൽ വേദനയുണ്ട്, അങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട്, ബിക്കോസ് ദേ ഡോണ്ട് നോ, ദേ ഹാവ് കം വിത്ത് പ്യുവർ ബ്ലൈൻഡഡ് എന്ന് പറയത്തില്ല, ഓൾ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള അറിവ് കൊണ്ടാണ് അവർ നമ്മുടെ ക്ലിനിക്കിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗിവൺ ബൈ എനി ഹോമിയോപ്പതി ഡോക്ടർ അല്ല, കൺവെൻഷണൽ മെഡിസിൻ തന്നെയാണ്. അവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, വാട്ട് ദി കൺവെൻഷണൽ മെഡിസിൻ പീപ്പിൾ ടോൾഡ് ടു ദി വേൾഡ്, വി ഹോമിയോപ്പസ് ഓൾസോ റിപ്പീറ്റ് ദി സെയിം. പാരറ്റിംഗ് എന്ന് പറയും, നമ്മളത് റിപ്പീറ്റ് ചെയ്യുവാണ്. വാട്ട് ദേ ടോൾഡ്, നോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വേ. ദാറ്റ് ഈസ് വെയർ ദി നോളജ് ഓഫ് ഡിസീസ് കംസ്. ആൻഡ് Dr. Hahnemann has very clearly written in his earlier aphorisms the importance of the knowledge of disease. ആ നോളജ് ഓഫ് ഡിസീസ് എന്തായിരിക്കണമെന്ന് അറിയാതെ ഒരാൾ ചികിത്സിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളുടെ കർമ്മം ചെയ്ത് എന്ന് പറയാൻ പറ്റുക? അപ്പം നമുക്ക് അറിയുന്ന നോളജ് എല്ലാം അലോപ്പതിക്കാരൻ പറഞ്ഞതാണെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ എ ഡിവോഴ്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പാവം പിടിച്ച പെണ്ണ് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ചൈൽഡ് മാരേജ് എന്നൊക്കെ പറയത്തില്ലേ, പ്രായപൂർത്തി ഇല്ലാത്ത ഒരു കാലത്ത്, അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി എങ്ങനെ ഫോം ചെയ്തു, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അലോപ്പതിക്കാരുൾപ്പെടുന്ന നമ്മുടെ സീനിയർ ഡോക്ടേഴ്സിനുള്ള എല്ലാ ആദരവോടും കൂടി ഞാൻ പറയട്ടെ, അന്ന് അവരുടെയൊക്കെ ആത്മാർത്ഥത ഹോമിയോപ്പതിയെ പ്രചരിപ്പിക്കണം, അല്ലെങ്കിൽ ഹോമിയോപ്പതി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു എന്താണ് ഇവരെ പഠിപ്പിക്കേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. ഞാൻ ചരിത്രം ഓർമ്മിക്കുന്നത് ശരിയാണെങ്കിൽ 1935 മുതൽ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അന്ന് പാർലമെന്റ്, ഇന്നത്തെ പാർലമെന്റ് ഒന്നും അല്ല, നമ്മുടെ സ്വാതന്ത്ര്യ അനന്തരമുള്ള പാർലമെന്റ് അല്ല, എന്നിട്ട് പോലും അന്നും അതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ വെബ്സൈറ്റിൽ വായിക്കാൻ പറ്റും, അല്ല NCHൻ്റെയും കാണുമായിരിക്കും. അപ്പോൾ അത്രയും കാലം മുമ്പ് മുതലേ ഭാരതത്തിൽ അലോപ്പതി ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിട്ടാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നതിൻ്റെ സിലബസ് ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു.
ആ കാലം 1974 മുതൽ ഈ കാലം വരെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അവർ ജസ്റ്റ് കോപ്പീഡ് ദി സിലബസ് ഓർ കരിക്കുലം ഓഫ് ദി അലോപ്പത്തിക് സ്റ്റുഡൻസ് ഓർ MBBS സ്റ്റുഡൻസിനെ അതേപടി കോപ്പി ചെയ്തിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് സിസ്റ്റം ദേ ജോയിൻഡ് ഓർ ആഡഡ് ഹോമിയോപ്പതിക് സബ്ജക്ട്സ് ലൈക്ക് ഫിലോസഫി, മെറ്റിയോമെഡിയ, റെപ്പർട്ടറി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം ഹോമിയോപ്പതി കോളേജുകളിൽ ഹോമിയോപ്പതി പഠിപ്പിച്ചത്. അത് ഇനി മേലാൽ നിർത്തണമെന്ന് ആണ് ഞാൻ എൻ്റെ എല്ലാ വേദികളിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയ അധികാരികളോടും സുഹൃത്തുക്കളോടും ഒക്കെ പങ്കുവെക്കുന്ന കാര്യം. ആ കാലം കഴിഞ്ഞു. അത് ഏറ്റു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മണ്ടത്തരമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് അറിയത്തില്ല. കാരണം അത് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഒരു കുട്ടി എന്തുകൊണ്ട് ചുമയ്ക്കുന്നു എന്ന് ഹോമിയോപ്പതി ഡോക്ടർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ ശ്രമിക്കുന്ന പലർക്കും എന്നോട് ദേഷ്യമോ അല്ലെങ്കിൽ ഈ ഡോക്ടർ എന്തൊരു ജാടയാണെന്നൊക്കെ പറയും. അറിയത്തില്ല. അത് ഒരു ബോയ് ചുമച്ചാൽ അതാണ് കാരണം, ഗേൾ ചുമച്ചാൽ എന്താണ് കാരണമെന്ന് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു. ടെറിട്ടോറിയൽ ഫിയർ ആണ് ബ്രോങ്കൈറ്റിസിന്റെ കാരണം. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഹീലിംഗ് സിംറ്റംസ് ആണ്. എന്തുകൊണ്ട് അത് നീണ്ടു നിൽക്കുന്നു? ഇറ്റ് ഈസ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്. ഇങ്ങനെയുള്ള എല്ലാ അറിവും കിട്ടണമെങ്കിൽ നമുക്ക് GNM അല്ലെ GSK പഠിക്കണം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കെയർ ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണം. ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വ്യത്യസ്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. കാരണം അവരുടെ കോൺഫ്ലിക്റ്റ് ഡിഫറെൻ്റ് ആണ്. അവരുടെ സെറിബ്രൽ ഹെമിസ്ഫിയറിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഡിഫറെൻ്റ് ആണ്. അവരുടെ ലാറ്ററാലിറ്റി, ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ, ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. നോട്ട് ഇൻ എവറി ജെർമിനൽ ലേയേഴ്സ് ഒറിജിൻ ആയിട്ടുള്ള ഇതിലല്ല. എൻഡോഡൈൻ ഡിറൈവേറ്റീവ്സും അതിന് ക്രോസ് ഓവർ കോറിലേഷൻ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള നോളജ്. ഹാൻഡഡ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹോർമോണൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ ഒരാൾ, ഒരു ടിഷ്യൂ അഫക്റ്റഡ് ആകുമ്പോൾ അത് ഏത് ജെർമിനൽ ലെയറിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? എൻഡോഡേം ആണോ, ഓൾഡ് മീസോഡേം ആണോ, ന്യൂ മീസോഡേം ആണോ, എക്ടോഡേം ആണോ? ഇതൊന്നും അറിയാതെ നമുക്ക് ചികിത്സിക്കാനേ പറ്റത്തില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഡോക്ടർ പ്രഫുൽ വിജേക്കർ പറഞ്ഞു തന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ കൃത്യതയോടുകൂടി ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുകയാണ്. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സോ കോൾഡ് പത്തോളജി എന്നുള്ള വാക്ക് ജർമ്മൻ ന്യൂ മെഡിസിനിൽ ഇല്ല. നമുക്ക് വേണേൽ ഇമോഷണൽ പത്തോളജി എന്നൊക്കെ ഇന്നിപ്പോൾ പുതിയ അറിവാണ്. നമ്മൾ ജസ്റ്റ് ChatGPT-യിൽ വാട്ട് ഈസ് ദി ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ഓഫ് എ ബ്രോങ്കൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അവിടെ ജർമ്മൻ ന്യൂ മെഡിസിൻ കിട്ടുന്നു എന്നുള്ളതൊരു ഭയങ്കര അത്ഭുതകരമാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് GSK-യുടെ വ്യാപ്തി എത്രമാത്രം വ്യാപരിച്ചിരിക്കുന്നു, ലോകം മുഴുവൻ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഈ അറിവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒത്തിരി പേര് പറയും, ഞങ്ങൾക്ക് വി ആർ ഓൾ ഹാപ്പി വിത്ത് മൈ ഹോമിയോപ്പതി പ്രാക്ടീസ്. പക്ഷെ എന്തുകൊണ്ടൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ലെഫ്റ്റ് ബ്രസ്റ്റിൽ അതേപോലെ എന്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു, അവിടെ മുതൽ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ആർക്കും അറിയില്ല. നമ്മൾ അലോപ്പതിക്കാർ പറയുന്നതും തിയേറ്ററിൽ പോകുമ്പോൾ സിനിമ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പുകക്കുഴലിൽ അല്ലെ നിങ്ങളുടെ ശ്വാസകോശത്തിൽ ഉണ്ടാക്കുന്ന കറകൾ പിഴിഞ്ഞാൽ ഒരു ബീക്കർ മുഴുവനും കറുത്ത കരി പോലെയുള്ളത് കിട്ടുമെന്നൊക്കെ പറയുകയും പേടിപ്പിക്കുകയും സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അതിൻ്റെ കൂടെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുന്നതിൻ്റെ മണ്ടത്തരം പങ്കത്തരം. ആൽക്കഹോൾ ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആലോചിച്ച് എല്ലാ സബ്സ്റ്റൻസസും ഹസാർഡസ് ആണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. ബട്ട് എ പർട്ടിക്കുലർ തിങ് വിൽ കോസ് ക്യാൻസർ. Alcohol will not cause liver cancer. Smoking will not cause lung cancer. Lung cancers are of 3 different types. Alveolar അല്ലെങ്കിൽ glandular cancer ഉണ്ട്, bronchial cancer ഉണ്ട്, ലിറ്റിൽ സ്മോൾ സെൽ കാർസിനോമ ഉണ്ട്. അങ്ങനെ ഒരു ഓർഗനിൽ തന്നെ, ഫോർ എക്സാമ്പിൾ കിഡ്നി ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് അതിൻ്റെ കളക്റ്റിംഗ്
കിഡ്നി കളക്ടിങ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ഒറിജിനേറ്റിംഗ് ഫ്രം ദി എൻഡോഡേം. The bulk of the kidney, അല്ലെങ്കിൽ അതിന്റെ parenchyma of the kidney is from new mesoderm, and from the pelvis of the kidney right down to the ureter, bladder, urethra എല്ലാം ectoderm ആണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കോൺഫ്ലിക്ട്സ്. അപ്പൊ എന്താണ് മോർസൽ കോൺഫ്ലിക്ട്സ് ഓഫ് ദി എൻഡോഡേം ഡിറൈവേറ്റീവ്സ്? പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിന്റെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആൻഡ് ഡിസ്ഫിഗർമെന്റ് ഓഫ് ദി ഓൾഡ് മീസോഡം, ഇൻക്ലൂഡിംഗ് ദി ഡെർമിസ് ഓഫ് ദി സ്കിൻ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. മീസോഡേം, ന്യൂ മീസോഡേമും ഓൾഡ് മീസോഡേമും, ന്യൂ മീസോഡേം ഡെറിവേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യുന്ന 2 സെന്റേഴ്സ് ആണ്. ആൻഡ് ബൾക്ക് ഓഫ് ദി മസിൽ, ജോയിൻസ്, ബോൺസ് എക്സെട്ര from its new mesoderm, and a movement from the cortex, motor cortex. ഇതെല്ലാം പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് പാർക്കിൻസൺ ഡിസീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ഡിമെൻഷ്യ, വാട്ട് ഈസ് ഞാൻ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞത് അന്ന് വഴി മാറിപ്പോയി. നമുക്കറിയില്ല ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് അത് അഡിനോ കാർസിനോമയാണോ അല്ലെങ്കിൽ ഡക്റ്റൽ കാർസിനോമയാണോ? ഈ പറയുന്ന അലുമിനിയം പാത്രത്തിൽ കറി വെച്ച് കൂട്ടിയിട്ടോ സ്മോക്കിംഗ് കൊണ്ടോ, പാസീവ് സ്മോക്കിംഗ്, ആക്റ്റീവ് സ്മോക്കിംഗ്, അയലോക്കത്തെ അയാള് പ്ലാസ്റ്റിക് കത്തിച്ചിട്ട്, ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ കോൺഫ്ലിക്ട്സ്, സൈക്കിക് കോൺഫ്ലിക്ട്സ്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. അതിനുള്ള എല്ലാ കോഴ്സ് മെറ്റീരിയൽസും ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ പറഞ്ഞതാണ്. വിച്ച് ഐ എം ഫോളോയിങ് ദി വെബ്സൈറ്റ് ഓഫ് മൈ ഓൺ ടീച്ചർ കാരോളിൻ മാർക്കോലിൻ, ആൻഡ് ദാറ്റ് ഈസ് ദി ബെസ്റ്റ് വിച്ച് ഐ ക്യാൻ റെക്കമെൻഡ്. അതാണ് www.learninggnm.com. ആരെങ്കിലും പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്? കാരണം ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് സൗകര്യം പോലെ, അല്ല സോറി, വീഡിയോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ആരുടെയും മുഖം കാണുന്നില്ല. അപ്പൊ എന്നാലും ഞാൻ എല്ലാവരുടെയും പേര് വായിച്ചുകൊണ്ട് പറയുകയാണ്. എല്ലാവരും ഈ വെബ്സൈറ്റിൽ പോയി വായന തുടങ്ങിയിരിക്കണം. ഡിപ്പെൻഡ്, എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും പേഷ്യൻസ് ഭയങ്കരമാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റിനോട് നിങ്ങൾ റോങ് ആയിട്ട് പറയുമ്പോൾ, രോഗാണുക്കൾ എന്ന് പറയുന്ന ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് ഒരു ഫിയേഴ്സ് അനിമൽസ് ആയിട്ട് വന്നിട്ട് ഈ പറയുന്ന വില്ലേജിലുള്ള, ഈ പറയുന്ന വീട്ടിലുള്ള, ഈ പറയുന്ന 60 വയസ്സുള്ള സ്ത്രീയുടെ ചെറിയ യൂറിത്രയിലൂടെ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ കയറിയിട്ട് അതിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചാൽ അത് ദയവേത് പുറത്ത് പറയാതിരിക്കുക. അവരോട് പറയുക, ഇറ്റ് ഈസ് ടെറിട്ടോറിയൽ മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്. യൂറിത്രൈറ്റിസ്, ബെൽനൈറ്റിസ്, അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാഡർ സിസ്റ്റൈറ്റിസ്, യൂറിറ്ററൈറ്റിസ്, പെൽവിക് പാർട്ട് ഓഫ് ദി കിഡ്നി, റീനൽ കാലിസിസ്, എല്ലാം വളരെ വിശദമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് നിങ്ങൾ രോഗത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് യെസ് വാട്ട് എക്സാക്ട്ലി വാസ് ദി ട്രബിളിങ് ഓർ ദി ട്രിഗറിങ് കോൺഫ്ലിക്റ്റ് എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. പ്രഡിക്റ്റീവ്, ഇവിടെയാണ് റിയൽ ആയിട്ടുള്ള പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി. റിയൽ ഹോമിയോപ്പതി അല്ല, റിയൽ പ്രഡിക്റ്റീവ് മെഡിസിൻ. ആദ്യം പ്രഡിക്റ്റീവ് മെഡിസിൻ വരണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി വരും. എന്നെ ശ്രമിക്കുന്നവരിലൊരു 90% പേരുടെയും വിശ്വാസം നമുക്കൊരു മരുന്ന് കൊടുത്താൽ മാത്രമേ എൻ്റെ മുമ്പിൽ വരുന്ന രോഗിയെ സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തത്. ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വെർട്ടിഗോയെ കുറിച്ചാണ്. Only if you can, or if you know the reason, the causa causalis of the patient suffering from so-called vertigo, then you can relieve that patient immediately or at the earliest, without giving any medicine. നിങ്ങൾ കൊണിയും കൊടുക്കണ്ട, നിങ്ങൾ നാട്രമോർ കൊടുക്കണ്ട, നിങ്ങൾ ഒരു മെഡിസിനിലേക്ക് നിങ്ങൾ പോകണ്ട. ബട്ട് യു ഹാവ് ടു നോ ദി കോസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അരമണിക്കൂർ ഞാൻ ജനറലായിട്ട് പറഞ്ഞു, എനിക്കൊരു അരമണിക്കൂർ ഞാനൊരു
ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സ് സെർച്ച് ചെയ്തേ ഉള്ളൂ, കാരണം അത്രമാത്രം നിങ്ങളറിയാമല്ലോ, ഷോർട്ട് നോട്ടീസിലാണ് ഡോക്ടർ അനിത എന്നോട് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന, കാരണം ഒരു കേസ് കൊണ്ട് എനിക്ക് ഐ ക്യാൻ സ്പെൻഡ് എ ഹോൾ 1 day എന്ന് ഞാൻ പറയാറുണ്ട്. ഒരു സെമിനാർ മുഴുവനും ഒരു കേസ് കൊണ്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും പ്രിപ്പറേഷനോടുകൂടി. പക്ഷേ ഇത് പ്രിപ്പറേഷൻ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ എനിക്കൊരു 6-7 കേസ് വെർട്ടിഗോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു ഫങ്ഷണൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി, അത് 5th ബയോളജിക്കൽ ലോ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ബിക്കോസ് എവറി ഡിസീസ്, സോ കോൾഡ് ഡിസീസ് എന്നാ പറയുക, അനിമൽ ഓർ ഹ്യൂമൻ, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, ഇതെല്ലാം എ ബയോളജിക്കൽ പ്രോഗ്രാം ഇൻ ഓർഡർ ടു കീപ് us alive, sustain, improve, go forward. ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾക്ക് രോഗം എന്ന പ്രതിഭാസമില്ല. ഞാൻ എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവർ രാവിലെ 7:30 പോയി, ഇന്നത്തെ ബ്ലഡ് ഷുഗർ എത്രയാ? ഇന്ന് 112 ഡോക്ടറെ, ഇന്നലെ 110 സിമ്പതി തോന്നും. വൈ വി ഷുഡ് ഗോ? ഈ ലാബറട്ടറി അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും ഒരു ആർഗ്യുമെന്റ്. പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ വളരെയധികം പ്രോബ്ലംസ് ഒരു പേഷ്യൻറ്റിൽ ഉണ്ടാക്കിക്കൊണ്ട് അവർ പിന്നെ അതിൻ്റെ പുറകെ പോവാണ്. അതൊക്കെ വലിയ വലിയ ടോപ്പിക്കാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നത്. അതുകൊണ്ട് ആകാശത്തിലെ പക്ഷികളെ പോലെ, ഭൂമിയിലെ മറ്റു മൃഗങ്ങളെ പോലെ, വെള്ളത്തിലെ മത്സ്യങ്ങളെ പോലെ ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനുള്ള മുഴുവൻ പ്രോഗ്രാംസും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യുന്ന ക്രിയേറ്റഡ് ബീയിങ്സ് ആണ് നമ്മൾ. അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. അല്പ അഹങ്കാരത്തോടും ദൈവത്തിന് നന്ദിയും പറഞ്ഞുകൊണ്ട് പറയട്ടെ, കഴിഞ്ഞ ഒരു 25 വർഷമെങ്കിലും ഉണ്ടാവും ഞാൻ എൻ്റെ ബ്ലഡ് ഷുഗർ എത്രയാണ്, എനിക്ക് 72 വയസ്സായി, എൻ്റെ PSA എത്രയാണ്, അല്ലെങ്കിൽ ലിവർ എൻസൈംസ് എന്താണ്, ഒന്നും ഞാൻ നോക്കാറില്ല. പ്രത്യേകിച്ചും ഇത് പഠിച്ചതിന് ശേഷം എനിക്ക് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്തുകൊണ്ട് അത് നമ്മളെ ഡേഞ്ചറിലേക്കാണ് കൂടുതലും തള്ളിവിടുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വെർട്ടിഗോയിലേക്ക് പോവുകയാണ്. വെർട്ടിഗോ ഈസ് എ സിംറ്റം, എല്ലാവരും, അല്ലെ ഒരുപക്ഷെ നല്ല ശതമാനം പേരും അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു ലക്ഷണം. അത് സിംറ്റം വരുമ്പോഴത്തേക്കും ആസ് എ പ്രാക്ടീഷണർ ഓഫ് മെഡിസിൻ വി ഷുഡ് നോ വിച്ച് ഓർഗൻ ഈസ് അഫക്റ്റഡ്. അത് ആസ് ഡോക്ടേഴ്സ് യു ഓൾ നോ ഇറ്റ് ഈസ് എ ഇന്നർ ഇയർ പ്രോഗ്രാം. ഇന്നർ ഇയർ നിങ്ങൾക്കറിയാം, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഇന്നർ ഇയർ കമ്പോസ്ഡ് ഓഫ് കോക്ലിയ ആൻഡ് the vestibular organ. For vertigo as it is, without the combination of the tinnitus, which we call Meniere's disease. For vertigo as it is, a pure program of the inner ear, out of which the cochlea is exempted. Cochlea ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, എൻ്റെ കോൺഫ്ലിക്റ്റ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകാം, പക്ഷേ ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി വെർട്ടിഗോ. ഇപ്പോൾ മനസ്സിലായല്ലോ, ചെവിയുടെ ഇന്നർ ഇയർ നിങ്ങൾ ഒരു പ്രത്യേക എന്താ പറയുക ഷെൽ ടൈപ്പിലുള്ള കോക്ലിയ കണ്ടിട്ടുണ്ടാവും. ഒരു 3 ഡയറക്ഷനിൽ ആയിട്ടുള്ള ട്യൂബ്സ് കണ്ടിട്ടുണ്ടാവും. അതാണ് വെസ്റ്റിബുലാർ ഓർഗൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ ബാലൻസ് കീപ്പ് ചെയ്യാനാണ്. ബാലൻസ് കീപ്പ് ചെയ്യാനും നമ്മുടെ മോഷൻ, വിത്തൗട്ട് ബീങ് ബാലൻസ്ഡ് വി കനോട്ട് മേക്ക് എ ഫർദർ സ്റ്റെപ്പ്. അപ്പം നമ്മുടെ മോഷനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുന്ന, നമ്മളെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയാണെന്നും സ്റ്റേബിൾ ആണെന്നും വെർട്ടിക്കലായിട്ട് നമ്മൾ നിൽക്കുകയാണെന്നും ഒക്കെയുള്ള ബോധം തരുന്നത്, അതാണ് ബാലൻസ്. അപ്പോൾ ഈ ബാലൻസ് തരിക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് റെഗുലേറ്റ്സ് അവർ ബാലൻസ് ആൻഡ് മോഷൻ. അതേസമയം ഇതിന് ഹിയറിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വെസ്റ്റിബുലാർ ഓർഗൻ. കോക്ലിയ ഈസ് മോർ ഫോർ ഹിയറിംഗ്. ഇത് രണ്ടുമാണ് ഇന്നർ ഇയറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഇയർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതിൻ്റെ കോൺഫ്ലിക്റ്റ് വേറെയാണ്, അതിൻ്റെ ഒറിജിൻ വേറെയാണ്, അതിൻ്റെ കൺട്രോളിങ് സെൻറ്റർ വേറെയാണ്. കാരണം അതിൻ്റെ
നമ്മൾ GNM ഒക്കെ പഠിക്കുമ്പോൾ ഒരു ട്രൈ കളറിലാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിന് യെല്ലോ കളറാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം ദി പ്രിമിറ്റീവ് അല്ലെങ്കിൽ എൻഡോഡേം, അതിൻ്റെ അന്നുണ്ടാണ്. അപ്പോൾ അതിന് എപ്പോഴും ഒരു മോർസൽ കോൺഫ്ലിക്ട്സ് ആണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം അത് സമയം കൂടുതലെടുക്കും. We will be limiting our discussion to the vestibular organ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം, ഇറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി ectoderm. ഞാൻ ഇത് ജർമ്മനിലേറെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വെൻ എ sperm and ovum, half cell of the male and half cell of the female, half cell of the father and half cell of the mother, when it unites together to form the primordial cell, then it starts multiplying, thereafter on the 13th day, it achieves a particular status that is called blastocyst. അവിടെയാണ് 13th ഡേയിലാണ് ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു 3 layers first, and its middle layer, that is the mesoderm, is again divided into 2 new mesoderm and protomesoderm. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഏരിയാസ് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് മോസ്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറി എന്ന് ഞാൻ പറയും, ബൈ ഡോക്ടർ ഹാമർ. അതിനെയാണ് ഒണ്ടോജനിക് തിയറി എന്ന് പറയും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി എംബ്രിയോ. അപ്പം നമ്മുടെ ഓരോ സെല്ലും, ഓരോ ടിഷ്യൂവും, ഓരോ ഓർഗനും, ഓരോ എന്താ പറയുക സിസ്റ്റവും, റെസ്പിറേറ്ററി സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഓരോ സിസ്റ്റവും ഏതൊക്കെ ഓർഗൻ കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ഈ ഓർഗൻസ് എല്ലാം പല ഡിഫറെൻറ്റ് ഒറിജിനൽ പ്രൈമോഡിയൽ ലെയറിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ കൺട്രോളിങ് സെൻറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എക്ടോഡിയം ഒറിജിൻ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നാണ്. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും, പുറകിൽ മോട്ടോർ പ്രീ മോട്ടോർ എന്ന് പറയും, അത് കഴിഞ്ഞ് മോട്ടോർ പറയും, അത് കഴിഞ്ഞ് സെൻസറി, പോസ്റ്റ് സെൻസറി, അങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ പ്രീ മോട്ടോർ, അത് കഴിഞ്ഞിട്ട് അത് തന്നെയാണ് ഫ്രോണ്ടലായിട്ട് പറയുന്നത്, കഴിഞ്ഞ മോട്ടോർ. അപ്പോൾ പോസ്റ്റ് സെൻസറി കോർട്ടെക്സിലാണ് ഈ പറയുന്ന കൺട്രോളിങ് സെൻറ്റർ. ബിഹൈൻഡ് നമ്മുടെ ടെമ്പറൽ ലോബിൻ്റെയും അടിയിലായിട്ടാണ് ഈ 2 സെൻറ്റർ. ബിക്കോസ് 2 സെൻറ്റർ ഉള്ളതുകൊണ്ട് അതിന് ഈ ലാറ്ററൽ ഈ സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് വി കോൾ ഇൻ GNM ആസ് ക്രോസ് ഓവർ കോറിലേഷൻ. ദാറ്റ് മീൻസ് ഇഫ് ദി കോൺഫ്ലിക്റ്റ് ഈസ് റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഫാദർ or spouse, it is right side will be affected. If it is in the mother and child, left side will be affected. That is on the body. Whereas it will be having the crossover correlation, so the brain will be differently wired in these conditions. അപ്പോൾ ജെൻഡർ, ലാറ്ററാലിറ്റി ആൻഡ് ഹോർമോൺ സ്റ്റാറ്റസ് ഈ കേസിൽ, ഏത് കേസിൽ? സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന എക്ടോഡിയം ഡിറൈവേറ്റീവ്സ് ആയിട്ടുള്ള ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെസ്റ്റിബുലാർ അപ്പാരറ്റസ് അല്ലെ വെസ്റ്റിബുലാർ ഓർഗനിൽ ഈ കോൺഫ്ലിക്റ്റുകൾ ആണ് അഫക്റ്റഡ് ആകുന്നത്. അത് ഈ പറയുന്ന ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്, ലാറ്ററാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, gender is important, and hormone status also is important to decide which part of the brain will be affected and finally which part of the organ will be affected. കാരണം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, പണ്ട് ആദ്യത്തെ ക്ലാസ് പറഞ്ഞതാണ്, ഇതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് സൈക്കി, ബ്രെയിൻ ആൻഡ് ബോഡി. ഈ സിങ്ക്രോണിസിറ്റി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ജർമ്മൻ ന്യൂ മെഡിസിൻ. ദിസ് യു ഹാവ് ടു അപ്രീഷിയേറ്റ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾസോ വെരി വെൽ. Now we are coming to എന്തുകൊണ്ടാണ് വെർട്ടിഗോ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ what exactly is the biological conflict, and that conflict is called conflict of falling, അല്ലെങ്കിൽ balance conflict, അല്ലെങ്കിൽ falling conflict, അല്ലെങ്കിൽ fear of falling. ഇതാണ് ഒരാൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞാൻ വീണു പോകുമോ എന്നുള്ള ഭയം വരുമ്പോൾ ബോഡി അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് you don't move. So he'll be given with an additional experience of a vertigo. Vertigo എന്ന് പറയാൻ അറിയാലോ, ഒരു swaying ആണ്, swaying, reeling, swaying, imbalance എന്നൊക്കെ പറയുന്ന അനുഭവമാണ്
സ്പിന്നിങ് എന്ന് വേണേൽ പറയാം. ഓൾ വേൾഡ് ഈസ് സ്പിന്നിങ് ഓർ മൈസെൽഫ് ഈസ് സ്പിന്നിങ്. സ്പിന്നിങ് ഇപ്പോൾ എന്താ പറയുക, വാഷിംഗ് മെഷീനിലൊക്കെ തുണിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പിന്നിങ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നമ്മൾ കംപ്ലീറ്റ് കറങ്ങുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ഹോൾ വേൾഡ്. ദി പർപ്പസ് ഓഫ് ദി നേച്ചർ, ദാറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ പർപ്പസ്, ഈസ് you sleep there or you lie down there without moving, because if you move you will be affected, because you had a fear of falling, therefore don't move. ഇതാണ് ബോഡി നമ്മളോട് പറയുന്ന കാര്യം. അതുകൊണ്ട് ഫിയർ ഓഫ് ഫാളിങ് എന്ന് അതിനെ ഓർക്കുക, മറക്കാതിരിക്കരുത്. എവിടെ ആർക്ക് വെർട്ടിഗോ ഉണ്ടായാലും there was a fear of falling. അത് സെൽഫ് ഫിയർ ആവാം, ഞാൻ വീഴുമോ എന്നുള്ള ഭയമാകാം, വേറെ എന്തെങ്കിലും വീഴുമ്പോൾ എനിക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആവാം, വേറെ ആരെങ്കിലും വീഴുമോ എന്നുള്ള ഭയമാവാം. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതിന് കാരണം. ഇപ്പോൾ സ്പിന്നിങ്, സ്വേയിങ് ഓർ ഫാളിങ് സെൻസേഷൻ. അപ്പൊ ഇതിന്റെ രണ്ട്, അതൊക്കെ കൂടുതൽ പറഞ്ഞാലേ പറയും. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജ്. ഇവിടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിലാണ് ഈ സിംറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സച്ച് എ ഫങ്ഷണൽ ഡിസ്റ്റർബൻസ് വിൽ ബി ഹാപ്പനിങ് ഇൻ ദീസ് 3 parts of this vestibular apparatus, and that is why it is experienced in that way. ഇതിനൊരു എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ്, അത് ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഹീലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് റിസോൾവ്, ഹി അണ്ടർസ്റ്റുഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദ റീസൺ. If one has not understood or one has not been what you call educated that this was your problem, you had a fear of falling and that is the reason for your vertigo എന്ന് മനസ്സിലാക്കിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരു കൊണിയും ഒരു മെഡിസിനും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ അനേക അനുഭവത്തിൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഹീലിംഗ് ഫേസിൽ ഡിസിനെസ് സ്ലോലി വിൽ ഡിമിനിഷ്. അതിന് GNM പഠിച്ചവർക്കറിയാം, എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു അക്സെൻറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഹീലിംഗ് ഫേസ് ഉണ്ട്. ദാറ്റ് വിൽ സിമുലേറ്റ് ഓർ ഇറ്റ് വിൽ അപ്പിയർ ജസ്റ്റ് എക്സാക്ട്ലി ലൈക്ക് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അപ്പോഴാണ് അതിനെ വെർട്ടിഗോ ഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും, ഇൻടോളറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി രണ്ട് സൈഡിലും സൈമൾട്ടേനിയസ്ലായിട്ട് വരുവാണെങ്കിൽ GNM അതിനെ വിളിക്കുന്നത് വെർട്ടിഗോ കോൺസ്റ്റലേഷൻ എന്നാണ്. because there is a reason for right side and there is a reason for left side. Simultaneously, both sides of the brain affected ആകുമ്പോഴാണ് അതിനെ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബിനിയസ് ഡിസീസ് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഒരു കോൺഫ്ലിക്റ്റ് കോമ്പിനേഷൻ ഓഫ് vestibular organ and cochlea simultaneous, because it is all about a hearing which was intolerable. I didn't want to hear that noise, or what I wanted to hear I didn't get. അതുപോലെയുള്ളതാണ്. പക്ഷെ ഇവിടെ മോർസൽ അല്ലെന്ന് ഓർക്കണം. It is all about a sound which I didn't want. I cannot experience it or I cannot bear it. അങ്ങനെ ഒരു ശബ്ദത്തിൽ വരുമ്പോഴാണ്, ഇത് രണ്ടും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് വരുമ്പോഴാണ് അതിനെ മിനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ അലോപ്പതിക്കാരെ സംബന്ധിച്ച് ഏതോ ഒരു പത്തോളജിയാണ്, ചെവിക്കകത്ത് നടക്കുന്നതാണ്, ന്യൂറോളജിക്കലാണ് അല്ലെങ്കിൽ ന്യൂറോ ഓർഗൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതൊന്നുമല്ല, അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, കാരണം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് 9 മണിക്ക് ഡോക്ടർ ലാസർ റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പ്രിൻസിപ്പിൾഡ് പ്രാക്ടീസ്, പ്രിൻസിപ്പിൾഡ് ലൈഫ് വേണം. പ്രിൻസിപ്പിൾഡ് ഹോമിയോപ്പതി പ്രാക്ടീസിനെ കുറിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ടോക്കിംഗ് അബൌട്ട് മിയാസംസ് ഓർ മിയാസം ബേസ്ഡ് റൈറ്റ് ഹോമിയോപ്പതി പ്രാക്ടീസ് എന്നാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ മിയാസം ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ പോട്ടെ. നമ്പർ 1, ഒരു കേസ് ഞാൻ പറയാണ്. I didn't understand why this lady had vertigo till I studied GNM. Then I understood that it is a fear of falling. Then this lady was recently divorced from a not so happy marriage. She came out by her own decision, but she didn't feel okay. അതിനുശേഷം പുള്ളിക്കാർക്ക് അത് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഷീ ഫെൽറ്റ് ബെറ്റർ ഇഫ് ഐ വാസ് നോട്ട് ഡിവോഴ്സ്ഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ എന്നെ അയാൾ കൈവിട്ടു എന്ന് അവരുടെ ഉള്ളിലുള്ള ബോധ്യം. ഇപ്പോൾ കൈവിട്ടാൽ എന്ത് ചെയ്യും? വീഴും. അതാണ് ആ വ്യക്തിയുടെ ഫീലിംഗ്. ഇതൊരു ഫിഗറേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ, നമുക്ക് പത്തോളജിക്കലായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലേഡി ഹു തോട്ട് ദാറ്റ് മൈ ഹസ്ബൻഡ്, മൈ പാസ്റ്റ് എക്സ് ഹസ്ബൻഡ് ലെഫ്റ്റ് മീ. അപ്പോൾ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ്, കൈവിട്ടാൽ എന്ത് പറയും? എൻ്റെ സ്റ്റെബിലിറ്റി ഐ ലോസ്റ്റ് ആൻഡ് ദെയർഫോർ ഐ ആം ലൈക്ലി ടു ഫോൾ.
ആൻഡ് ദാറ്റ് ഫിയർ ഓഫ് ഫാളിങ് വാസ് ദ റീസൺ. അങ്ങനെ ഞാൻ അവരെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അവരുടെ മയാസവും കോൺസ്റ്റിറ്റ്യൂഷനും പ്രീഡിസ്പോസിഷനും എല്ലാം മനസ്സിലാക്കിയിട്ട് മെഡിസിൻ കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്കും ദാറ്റ് പേഷ്യൻറ്റ് കെയിം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അവിടെ മെഡിസിൻ കൊടുത്തു. ഞാൻ എൻ്റെ എല്ലാ 100% ഓഫ് പേഷ്യൻസിനും മെഡിസിൻ കൊടുക്കുന്നയാളാണ്, ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നയാളാണ്. അതുകൊണ്ട് ആ കേസിന് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊന്നും എൻ്റെ ഓർമ്മയിലല്ല, ഏത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് ഏത് റൂബ്രിക്കാണ് എടുത്തതെന്നൊന്നും എൻ്റെ മനസ്സിലില്ല. അല്ലെങ്കിൽ അതൊന്നും പറയുക എന്നുള്ളതല്ല എൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ I can take one case and explain the whole time of 1 hour with that case. ഇവിടെ അതല്ല ഉദ്ദേശം. ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇത്രയും എന്നെ ശ്രമിക്കുന്നവരെങ്കിൽ ഇനി ഭാവിയിൽ ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വെർട്ടിഗോ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കണ്ണടച്ച് പറയാം, either you had a fear of falling or somebody close to you had a fall, you had to observe it, or you were a witness of that, or you saw something falling, or you got afraid that you will be falling, or you had a fall then you got afraid. ഇങ്ങനെ ആ ഫാളിങ് എന്ന് പറയുന്നത് ഫ്രം എ ഹയർ ബാലൻസ് പോയി, ഐ ഫെൽറ്റ് ബാഡ്. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള കേസുകളിൽ മാത്രമേ ഈ പറയുന്ന ഈ പ്രോഗ്രാം നടക്കത്തുള്ളൂ എന്നുള്ളത് 100% എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ വെസ്റ്റിബുലാർ ഓർഗൻ പ്രോഗ്രാം എന്നാണ് GNM വിളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഡിസീസ്. വി ഡോണ്ട് കോൾ ഡിസീസ് ബിക്കോസ് ഇറ്റ്സ് എ പ്രോഗ്രാം by the nature in order to protect that individual from bad things. You don't move because you are afraid to move. You don't move, you don't go because you are afraid to move. First of all, you get out of your fear, then you can move freely. Adana ee parayunnathu. Number 2, there is a young girl who went to Canada for higher studies. But you know, in Canada they don't have a വെരി പോഷ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ ലിവിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സോ ഒന്നുമില്ല. അപ്പോൾ പലരും കൂടിയിട്ടുള്ള ഡോർമിറ്ററീസ് അല്ലെങ്കിൽ അതെല്ലാം അണ്ടർഗ്രൗണ്ടിലുള്ള ഏരിയ ആണ് അവർക്ക് താമസിക്കാൻ കൊടുക്കുന്നത്. അപ്പം ലിമിറ്റഡ് സ്പേസ് ആണ്. അതുകൊണ്ട് ഈ ലാൻഡ് ലോഡ് കൊടുക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ദിസ് ഗേൾ ഹു ഹാഡ് എ വെരി അഫ്ലുവൻറ്റ് വേ ഓഫ് ലൈഫ് ഇൻ ദ പ്രീവിയസ് ലൈഫ്, ഷീ ഹാഡ് difficult nights because she could not sleep, because the bed, the cot, the mattress and everything that was provided was not stable. അതിൻ്റെ 4 കാല് ഇളകുമായിരുന്നു. തല വെക്കുന്ന അല്ലെ തലേണ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. തലേണ വെക്കുന്ന സ്ഥലം എനി ടൈം ഇറ്റ് ക്യാൻ സ്ലിപ്പ് ഡൗൺ ആൻഡ് ഫോൾ. ഇതായിരുന്നു അവളുടെ കോൺഫ്ലിക്റ്റ്. ജസ്റ്റ് ഐ മെയ്ഡ് ഹർ ടു അണ്ടർസ്റ്റാൻഡ്, ദാറ്റ്സ് ഓൾ. I hope you got it. She was always having a fear during the lying position, I may fall. And that was the reason for vertigo. കുറച്ച് അവിടെ അറിയാമല്ലോ, കാനഡയിലൊന്നും പെട്ടെന്ന് പോയിട്ടൊരു ഒരു ജനറൽ പ്രാക്ടീഷനെ കാണാനോ ട്രീറ്റ്മെന്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഒത്തിരി സമയം കഴിയണം. ആ സമയത്തിന്റെ ഇടയ്ക്കാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചത്. തേർഡ് ഈസ് മൈ ഓൺ ടീച്ചർ കാരോളിൻ മാർക്കോലിൻ. ഷീ ഡ്യൂറിങ് ഹെർ ലെക്ചർ, ഞാൻ പുള്ളിക്കാരത്തിയുടെ 3 വർഷം പോയി ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് GNM പങ്കെടുത്തതാണ്. ഷി വാസ് മൈ ഫ്രണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു ദിവസം അവളുടെ അനുഭവം പറഞ്ഞതാണ്, വെർട്ടിഗോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ദി ഹോൾ ഡേ ഷി വാസ് പെർഫോമിങ്, ഒരു പ്രസന്റേഷൻ നടത്തുമായിരുന്നു ഹോൾ ഡേ ഫ്രം മോർണിംഗ് ടു. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം എന്നെ പോലെയാണെന്ന് ഞാൻ പറയും, ഒരറ്റത്തുനിന്ന് വേറൊരറ്റം വരെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആ സ്പിരിറ്റിലാണ്. നമ്മൾ ചിലർ, ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, മൊബൈൽ ഫോൺ സംസാരിക്കുമ്പോഴത്തേക്കും വി ഓൾസോ വിൽ ബി മൊബൈൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെട്ടവരോടൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് വരും, നമ്മൾ മൂവ് ചെയ്യും. ദിസ് ലേഡി, മൈ ടീച്ചർ കാരോളിൻ, ഷീ ഈസ് ദ ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ഡോക്ടർ ഹാമർ. ഷീ ഹാഡ് ദി ഹാബിറ്റ് ഓഫ് മൂവിങ് ഫ്രം ദിസ് എൻഡ് ടു ദിസ് എൻഡ് അക്രോസ് ദി പ്ലാറ്റ്ഫോം, ആൻഡ് ദി പ്ലാറ്റ്ഫോം വാസ് വെരി നാരോ. She was always careful not to fall down. അറിയാമല്ലോ, റേസ്ഡ് ലെവലിലാണ്, പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ് നടത്തുന്നത്. പുള്ളിക്കാരത്തി ഇങ്ങനെ സ്പീഡിൽ നടക്കുകയാണ്. പക്ഷെ എവറി ടൈം ഈ സ്ലൈഡൊക്കെ കാണിച്ചിട്ട് പുറകോട്ട് പോകുമ്പോൾ എപ്പോഴും നോക്കും വെദർ ഇറ്റ് ഹാസ് ക്രോസ്ഡ് ദി ബൗണ്ടറി. പുറകോട്ട് വീഴരുത്, അതിനുവേണ്ടിയുള്ള കെയർഫുൾ. ദാറ്റ് വാസ് ദ ഫിയർ ഓഫ് ഫാളിങ്. പക്ഷെ എപ്പോഴാണ് പുള്ളിക്കാരത്തിക്ക് മനസ്സിലായത്, വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒന്നും പറ്റുന്നില്ല. കിടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല,
ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ബിക്കോസ് ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സിവിയറസ്റ്റ് ഫോം ഓഫ് വെർട്ടിഗോ. ബിക്കോസ് ഷീ നോസ് ദിസ് പ്രോഗ്രാം, ഷീ തോട്ട് വാട്ട് എക്സാക്ട്ലി വാസ് ദ റീസൺ. അങ്ങനെയാണ് പുള്ളിക്കാരത്തിക്ക് അതിന്റെ എക്സാക്ട് കാരണം കണ്ടുപിടിച്ചത്. ബിക്കോസ് ഓൾ ത്രൂ ദി ഡേ ഫ്രം 9 AM to 6 PM ഐ വാസ് വെരി കെയർഫുൾ വെദർ ഐ വിൽ fall down or not, and that was the reason. ഇനി അതിനൊന്നും മരുന്നൊന്നും കഴിച്ചില്ല പുള്ളിക്കാരത്തി. ഹോമിയോപ്പതി ഡോക്ടറല്ലെന്ന് അറിയാമല്ലോ. ഇനി നിങ്ങളെല്ലാം അറിയുന്ന, ഒരു പക്ഷെ ഒത്തിരി പേര് അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഒക്കെ സുഹൃത്തുമായിട്ടുള്ള ഒരു ഡോക്ടർ, ഈസ് എ ഹോമിയോപ്പത്ത്, ബട്ട് ഈസ് ഹാവിങ് എ വെരി കോൺഫിഡൻസ് ഇൻ, അറ്റ്ലീസ്റ്റ് ഹിസ് വൈഫ് ഈസ് very much having confidence in GNM, GHK, and therefore she is also homeopath. This doctor also is a homeopath. Wife വിളിക്കുവാണ്, ഡോക്ടറെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, സോ ആൻഡ് സോ. ഡോക്ടർ ഭയങ്കരമായിട്ട് തലകറങ്ങിയിരിക്കുവാണ്. പുള്ളിക്കാരത്തി രാവിലെ തുടങ്ങിയതാണ്, പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കരമായിട്ട് കൂടി. എന്ത് ചെയ്യണം, പുള്ളിക്കാരത്തിന് ആകെ വേർക്കുന്നു, ആകെ പേടിക്കുന്നു. പുള്ളിക്കാരി ഇത് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ആണോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നു. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, വാട്ട് ഹാപ്പൻ ടു ഹിം? എന്താണ് പേടിച്ചത്? വീഴുമോ എന്ന് പേടിച്ചോ? പുള്ളി വീണോ? സ്ലിപ്പ് മിസ് സ്റ്റെപ്പ് ചെയ്തോ? എവിടെയെങ്കിലും കാല് തെന്നിയോ? വഴുതിപ്പോയോ? വീഴാൻ തുടങ്ങിയോ? ഇത്ര മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം വൈഫ് പറഞ്ഞു, ഡോക്ടറെ ഇന്നലെ രാത്രി 12 മണി വരെ, 11, 11:30, 12 മണി വരെ പുള്ളിക്കാരൻ ഇന്ന് TV-യിൽ ഗാസ ഇസ്രായേൽ യുദ്ധം കാണുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ TV സ്ക്രീനിൽ മുഴുവൻ വന്നത് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ പൊടുപൊടുപൊടുന്ന് താഴെ വീഴുന്ന കെട്ടിടങ്ങളുടെ പിക്ചറാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായത്. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ തെറാപ്പി സഫീഷ്യൻറ്റ്. നമ്മൾ ഒരു മെഡിസിനും വേണ്ടി വന്നില്ല, ഒരു മെഡിസിനും കഴിക്കാൻ പറഞ്ഞില്ല, കുണിയൊന്നും കഴിക്കാൻ പറഞ്ഞില്ല. ഞാൻ കുണിയത്തിനെ പിന്നെ പറയുന്നത് ബഹുമാനക്കുറവുകൊണ്ടല്ല, അത് ആവശ്യമില്ലാത്തതുകൊണ്ട്. സോ യു ഗോട്ട് ദി പോയിന്റ്. അന്ന് പെട്ടെന്ന് അവിടെ ബോംബ് വർഷിക്കുകയും തിരിച്ച് റിട്ടാലിയേഷൻ നടത്തി ഗാസയിലെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് താഴെ വീണു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്രംബിൾഡ് ഡൗൺ ടു ദി എർത്ത്. ഇത് കണ്ടപ്പോൾ പുള്ളിക്കുണ്ടായ മാനസിക വിഭ്രാന്തിയാണ് അതിന് കാരണം. മറ്റൊരു എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ടീച്ചറാണ് പുള്ളിക്കാരത്തി. ഷീ റിട്ടയർഡ് റീസെൻ്റ്ലി ഫ്രം ഹെർ സർവീസ്. ഒരു UP സ്കൂൾ അല്ലെങ്കിൽ UP സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഷീ ലവ്ഡ് ഹെർ കിഡ്സ്, ദി സ്മോൾ ചിൽഡ്രൻ വെരി മച്ച്. അതുകൊണ്ട് സ്കൂളിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കുട്ടികളോട്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അറിയാം, ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോയാൽ എൻ്റെ കുട്ടികളെ, അങ്ങനെ പറയാം, എൻ്റെ കുട്ടികളെ ഈ അവിടെയുള്ള ആയമാരായാലും ടീച്ചർമാരായാലും അവരൊന്നും കെയർ എടുക്കത്തില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ മനസ്സിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ്, മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഫിക്സഡ് ഒപ്പീനിയൻ. എന്ത് സംഭവിച്ചു? പുള്ളിക്കാരത്തി രാത്രിയിൽ സ്വപ്നം കണ്ടു. ഒരു ദിവസം രാത്രി സ്വപ്നം കണ്ടത്, ഷീ സീയിങ് എൻ ആയ, ഒരു മെയ്ഡ് കുട്ടികളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ ഡ്രീമാണ് പറയുന്നത്. ഡ്രീം, നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ഹനിമാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രീംസ് ക്യാൻ മേക്ക് us സിക്ക് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് സിക്ക്നെസ്. അതോടെയാണ് ഞാൻ ഡിഫറെൻ്റ് ആയി. അപ്പോൾ സിക്കാകുകയല്ല ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഓഫ് നേച്ചർ. എന്താണ് പുള്ളിക്കാരത്തി കണ്ട സ്വപ്നം? ഇതായിരുന്നു. അതായത് ദർ ഇസ് എ ബിഗ് സാക്ക്, വലിയ ചാക്ക് ഉണ്ട്. ഈ ചാക്ക്, ഈ സ്ത്രീ ഒരായ, ഫേസ് ക്ലിയർ അല്ല, ഒരായ. That aya or that maid represents a teacher who is going to look after her kids. എൻ്റെ കുട്ടികളെ അവർ വേണ്ട രീതിയിൽ നോക്കത്തില്ല എന്നുള്ള ഉള്ളിലുള്ള ഫിക്സഡ് ഒപ്പീനിയൻ. അപ്പോൾ അവരെ നോക്കുമ്പോൾ ഇവർ യാതൊരു കെയർഫുൾ ആയിരിക്കത്തില്ല എന്നുള്ള പ്രീ കൺസീവ്ഡ് ഐഡിയ. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്, അതായത് ഒരു വലിയ ചാക്കിലേക്ക് ഈ സ്ത്രീ, ഈ ആയ, ക്രൂരയായ ആയ, ഓരോ പിള്ളേരെയും കാലെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇതാണ് പുള്ളിക്കാരത്തി കണ്ട സ്വപ്നം. നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു എക്സ്പീരിയൻസ് പുള്ളിക്കാരത്തെ ഐഡന്റിഫൈ ചെയ്തു. ഓ, വാട്ട് ഹൊറിബിൾ എക്സ്പീരിയൻസ് വുഡ് ഹാവ് ബീൻ ഫോർ ദി കിഡ്സ്, സ്മോൾ ബേബീസ്, കിഡ്സ് ടു ബി ത്രോൺ ഡൗൺ ഓൺ ഇൻ ടു ദി സാക്ക്. ഇതാണ് പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ എൻ്റെ ക്ലിനിക്ക് വരുമ്പോഴത്തേക്കും ഞാനിതാ ചോദിക്കും, എന്താണ് സംഭവിച്ചത്? ആരാ വീണത്? നിങ്ങൾ വീണോ? നിങ്ങളുടെ പുള്ളിക്കാരത്തിക്ക് ഒരു കൊച്ചുമോളുണ്ട്, അത് വീണോ? സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ വീണതായിട്ട് തോന്നിയോ? അങ്ങനെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് തന്നെ ഒരു വർട്ടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദിസ് ഈസ് സ്പെസിഫിക് ബിക്കോസ് ആസ് ഹോമിയോപ്പത്സ് we all know that Dr. Haniman has very well said that even the dreams can make you sick. Sick എന്നാണ് പറയുന്നത്. I delete that word sick and it can kick start
എ ന്യൂ പ്രോഗ്രാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എൻ്റെ അയൽവാസിയും അദ്ദേഹം ഒരു നാച്ചുറോപ്പതി പ്രാക്ടീഷണറൊക്കെയാണ്, റിട്ടയർ ചെയ്തു. ഒരു നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, മഹാത്മാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ടുള്ള എൻ്റെ സെഷൻ 4 o'clock ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ വൈഫ് ഓടി വന്നു, ഡോക്ടറെ മാഷ് അവിടെ ഭയങ്കര തലകറക്കമായിട്ട് കിടക്കുവാണ്, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, ഒരു വെർട്ടിഗോ കേസ് വന്നാൽ വളരെ സന്തോഷമാണ്. അപ്പം ഞാൻ എന്താണ് പേടിച്ചത്, വീണോ, വീഴാൻ തുടങ്ങിയോ, സ്ലിപ്പ് ചെയ്തോ? അപ്പം ഞാൻ ഇങ്ങനെ അരിച്ചരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിൻ്റെ കോൺഫ്ലിക്റ്റ് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നാച്ചുറോപ്പതിക്കാരനാണെന്നുകൊണ്ട് മാത്രമല്ല, പുള്ളിക്കാരൻ്റെ ഈ വീടിൻ്റെ വാൾസ് എല്ലാം ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ വെട്ടുകല്ല്, അത് മലബാറിൽ വളരെ കാര്യമായിട്ട് കിട്ടുന്നതാണ്. വെട്ടുകല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സ്വപ്നമാണ്, ആഗ്രഹമാണ്, എൻ്റെ വീട് താച്ച് ചെയ്യണം, വിത്ത് ദി പഴയ മോഡലിലുള്ള ഓട് കൊണ്ട് താച്ച് ചെയ്യണം. സ്ലോപ്പാണ്, സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലോപ്പിൽ. അപ്പോൾ പുള്ളിക്കാരൻ കൂടുതൽ സമയം എടുക്കാതിരിക്കാണ്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ലേബറേഴ്സിനെയൊക്കെ 7 o'clock പുള്ളി അപ്പോയിന്റ് ചെയ്തു. യു ഹാവ് ടു കം അറ്റ് 7 o'clock. ഉച്ചയോടുകൂടി നമുക്ക് പണി തീർത്തുകളായി. അപ്പോൾ 7 പേരെയാണ് പുള്ളിക്കാരൻ ഡെപ്യൂട്ട് ചെയ്തത് ഈ പണിക്ക് വേണ്ടി. എന്താണ്, ഈ ചെരിഞ്ഞ സ്ലോപ്പിൽ വിത്തൗട്ട് എനി ബീഡിങ് പോലെ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പഴയ മോഡലിൽ കഴുക്കോല് വെക്കുക, എന്താ പറയുക, പട്ടിക വെക്കുക, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ചും കോൺക്രീറ്റ് ചെയ്ത് അതൊന്നുമില്ല. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് പുള്ളി വെച്ച്. അപ്പോൾ ഇവരെ എല്ലാം മുകളിൽ കയറ്റിയിട്ട് പുള്ളിക്കാരൻ താഴെ നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. വീഴല്ലേ, വീഴാതെ നോക്കണേ, വീഴരുതേ, കെയർഫുൾ ആണേ, സൂക്ഷിക്കണേ. ഇതായിരുന്നു പുള്ളിക്കാരൻ ഈ പറയുന്ന 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പറഞ്ഞുകൊണ്ട്. സോ ഐ ഗോട്ട് ദി പോയിന്റ്. ഹി ഹാഡ് എ ഫിയർ ദാറ്റ് ദീസ് ലേബറേഴ്സ്, അത് ലേബറേഴ്സ് ആരെങ്കിലും വീണ് നടുവൊടിഞ്ഞ് ചത്താൽ പുള്ളിക്കാരൻ അതിൻ്റെ പുറകെ പോകണമല്ലോ, അതല്ല. ഹി ഹാഡ് ബീൻ ഐഡന്റിഫൈങ് ദാറ്റ് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഫിയർ ഓഫ് ഫോളിങ് എക്സ്പീരിയൻസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ ഇത് വന്നത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ടീച്ചിങ് ഫാക്കൽറ്റിയിലും കൂടെ ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഞാനൊന്ന് വിളിച്ചു. അദ്ദേഹം വിളിക്കുമ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടാണ് പുള്ളി വിളിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ സമയത്തിന് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ സംസാരിക്കണ്ട, നൗ ഐ എം നോട്ട് ഓക്കെ, ഐ ആം സഫറിങ് ഫ്രം എ വെരി ടെറിബിൾ വെർട്ടിഗോ. ഡോക്ടർ ഐ കനോട്ട് മാനേജ്, പ്ലീസ് ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വെയിറ്റ് ഡോക്ടർ, വാട്ട് ഈസ് ദ റീസൺ? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. പുള്ളിക്കാരൻ്റെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് GNM. ഒത്തിരി എല്ലാ പേഷ്യൻസിനെയും GNM ബേസിസിൽ മാത്രം കാണുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ബട്ട് ഹി കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ദി. ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ വെൻ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്? അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയത്, ഇന്ന് രാവിലെ തുടങ്ങി, ഇതുവരെ ഒരു രക്ഷയില്ല. ഐ തിങ്ക് ഇറ്റ് വുഡ് ഹാവ് ബീൻ സം 3 o'clock 4 o'clock ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സംഭവം, എന്തെങ്കിലും ഫിയർ ഫോളോയിങ് ഇല്ല? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ ഡോട്ടർ, ഞാൻ സമ്മറൈസ് ചെയ്യുവാണ്, ഷി വാസ് ഇൻ USA and she was on her way back home, and when she came to Istanbul, Turkey, I got disconnected with her. അവളുടെ മൊബൈൽ ഫോൺ പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇസ്താംബൂളിൽ വന്നു എന്നുള്ളത് അറിയാം, അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറിയോ, അടുത്ത ലേവർ എവിടെയാണ്, സ്ട്രെയിറ്റ് അവേ കെയിം ടു ദാറ്റ് സിറ്റി പോലും പറയുന്നില്ല, കാരണം ഹീ ഈസ് ദ ലീഡിങ് പ്രാക്ടീഷണർ ഇൻ ദാറ്റ് സിറ്റി. യു മേ ബി റെക്കഗ്നൈസ്. ഹി വിൽ കം ഔട്ട് വിത്ത് ദിസ് എക്സ്പീരിയൻസ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് റീഡിങ് മെറ്റീരിയൽ ആയിട്ട് പുള്ളിക്കാരൻ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ്. സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ഫാദർ, ലവിങ് ഫാദർ, ഹി ലോസ്റ്റ് ദി കണക്ഷൻ വിത്ത് ഹിസ് ഡിയർ ഡോട്ടർ അപ്പ് ഇൻ ദ സ്കൈ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഗോട്ട് റിസോൾവ്. ആ റിസോൾവ് ചെയ്യുമ്പോൾ ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യുകയും, ബട്ട് ഇറ്റ് ക്യാൻ ഹാവ് എൻ എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് വിച്ച് ഈസ് കോൾഡ് വെർട്ടിഗോ ഫിറ്റ്. ആ ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ക്യാൻ ഹാങ് ബിക്കോസ് that can again trigger another program, and therefore it can continue until and unless this conflict is identified by the subject and he takes steps accordingly so that he can very well manage that situation. പുള്ളിക്കാരൻ പിന്നീട് എനിക്ക് മെസ്സേജ് ചെയ്തതാണ്, ഡോക്ടർ, ആഫ്റ്റർ half an hour I felt better, and he promised that he will be coming up with this experience, either in the video format or a text format he will be supplying for this profession, because so much excited he was because of this.
ഇനി ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു 2 weeks ബാക്കാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു 4ാം നിലയിൽ നിന്നാണ്. എൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. 16 നിലയുള്ള ബിൽഡിംഗ് ആണ്, അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ 16ാമത്തെ നില വരെയും 2 കയർ വടം വെട്ടിയിട്ട് അതിലിങ്ങനെ ക്രോസ് ആയിട്ട് ബീംസ് ഇട്ടിട്ടാണ് ഒരു ലാഡർ ഉണ്ടാക്കിയിട്ടാണ് വർക്കേഴ്സ് കയറുന്നത്. പ്രീ മൺസൂൺ ക്ലിയറിംഗ് ആണ്. അവർ പറയുന്ന മുഴുവനും കേടാണ്. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നു, അവിടെ ഇതുണ്ട്, ചെളിയുണ്ട്, ബ്ലോക്ക് ഉണ്ട്, പൈപ്പ് ഡ്രെയിനേജ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആളാണ്. എനിക്ക് ഒരു ദിവസം കുറച്ച് സമയം ഫ്രീ ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്ന സമയമാണ്. നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ്, ഇഫ് സംതിങ് ഹാപ്പൻസ്, ഇഫ് സമൺ ഫാൾസ് ഫ്രോം ദർ, കാറ്റ് പോയത് തന്നെയാണ് ഫിയർ. സോ ഐ വാസ് നോട്ട് ഫാളിങ്, ബട്ട് ഐ ഹാഡ് ദി ഫിയർ ദാറ്റ് ഹി മേ ഫാൾ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഹി ഫാൾസ്? എന്തു പറ്റി? അന്ന് രാത്രിയിൽ ഐ വാസ് awakened by a very terrible vertigo, completely out of my balance. I fell in the bathroom. I could not identify which part of my bed I have to go and sleep, etc. I was thrown across my room. Adana in the experience. So only conflict. Oh my God, what will happen if those fellows will fall down? That's the thing. ഒരു കാര്യം കൂടെ പറയാം, 1-2 കാര്യം കൂടെ ഉണ്ട്. സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ലാസർ റെഡി ആയിട്ടുണ്ട്. യെസ്, സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് എഴുതിക്കൊണ്ട് വന്നുകൊണ്ടാണ്, ഞാൻ എഴുതിയതുകൊണ്ടാണ്. ഒന്ന്, ഒരു 14 വയസ്സുള്ള കുട്ടി എല്ലാ മാസവും ഛർദ്ദിക്കും, എല്ലാ മാസവും തലകറക്കം വരും. ഛർദ്ദിക്കുന്നതും തലകറക്കം വരുന്നതും ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഛർദ്ദി അസോസിയേറ്റഡ് വിത്ത് വെർട്ടിഗോ അസോസിയേറ്റഡ് വിത്ത് ഛർദ്ദി എന്ന് മനസ്സിലാക്കണമെങ്കിൽ GNM പഠിക്കണം. അതിൽ കോൺഫ്ലിക്റ്റ് ഇൻ ദി സൈക്കി, ചേഞ്ചസ് ഇൻ ദി ബ്രെയിൻ, സ്പെസിഫിക് ചേഞ്ചസ് ഇൻ ദി ബ്രെയിൻ, ആൻഡ് ഡ്യൂറിങ് ഹീലിംഗ് ഇറ്റ് വിൽ ഗിവ് എ ഇഡിമ, ബ്രെയിൻ ഇഡിമ, വിച്ച് വി ഹാവ് നെവർ ലേൺഡ്, മൈ ഡിയർ ഫ്രണ്ട്സ് ഡോക്ടേഴ്സ്. ബ്രെയിൻ ഇഡിമ എന്താണെന്ന് GNM പറഞ്ഞടിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇഡിമ ക്യാൻ ബി, ഓർ ഇറ്റ് ഈസ് ഹാപ്പനിങ് നോട്ട് ഓൺലി in the body level, it is happening in the brain level also, and that is the reason for a number of so-called neurological or so-called brain symptoms, whether it is in epilepsy, whether it is in brain tumor, whether it is in dizziness, whether it is in blurring of vision, whether it is in migraine, whether it is in headache, all brain related ആയിട്ടുള്ള അല്ലാതെ ഒരു സിംറ്റവും ഇല്ല, ഒരു പ്രോഗ്രാമും ഇല്ല, സോ കോൾഡ് ഡിസീസും ഇല്ല. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ബോയ് ഹാഡ് എ what do you call big head when he was born. നമ്മൾ ഹൈഡ്രോകെഫാലസ് എന്നൊന്നും ഐഡന്റിഫൈ ചെയ്തത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞ്, എ ബിഗ് ഹെഡ്. അപ്പൊ എന്താണ്, 1 വയസ്സിൽ നടക്കാൻ തുടങ്ങുന്ന കുട്ടി ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇറ്റ് വാസ് ദി കോൺഫ്ലിക്ട് ദാറ്റ് ദി മദർ സഫേർഡ് ദാറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഓൺ ദിസ് ബോയ്. ഡോക്ടർ പ്രഫുൽ വിജയകറിന് ഇത് അറിയാമായിരുന്നു. നമ്മളെല്ലാം പഠിപ്പിച്ചതാണ്. നമ്മുടെ എല്ലാം പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽ അവിടെയാണ്. യെസ് വർഗീസ്, എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് ഇന്ന് ഞാൻ ഓർക്കുന്നു, വിലി പാർലി അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ എന്നോട് പറയുവാണ്, ഡോക്ടർ, റീസൺ ഫോർ ഓൾ ദീസ് കൺജനൈറ്റൽ ഡിഫോമിറ്റീസ്, വെദർ ഇറ്റ് യു കോൾ ഇറ്റ് ബൈ മംഗോളിസം ഓർ ഓട്ടിസം ഓർ വാട്ട് നോട്ട്, മെന്റൽ റിട്ടാർഡേഷൻ ഓർ സെറിബ്രൽ പാൾസി, വാട്ട് നോട്ട്, ഇതെല്ലാം ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി മദർ ഡ്യൂറിങ് ഹെർ pregnancy. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് മോസ്റ്റ് ഓഫ് യു ആർ അവെയർ ഓഫ് ദാറ്റ് തിങ്. അതിലൂടെ നമുക്ക് എന്തായിരുന്നു മദറിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ, നമ്മളെ കുട്ടിയെ ചികിത്സിക്കുമ്പോൾ കുട്ടി കാണിക്കുന്ന ടാൻഡ്രംസ്, ത്രോയിങ് തിങ്സ് അറൌണ്ട്, ബൈറ്റിംഗ്, സ്പിറ്റിംഗ്, യെല്ലിംഗ്, ഹൗളിംഗ്, ഇങ്ങനെയുള്ള സിംറ്റംസ് എടുക്കാതെ വി ക്യാൻ ഗോ ബാക്ക് ടു ദി GNM കോൺഫ്ലിക്റ്റ് ഹാപ്പൻഡ് ഇൻ ദി മദർ. വെരി ഈസി. ആൻഡ് ടേക്ക് എ കോൺഫ്ലിക്റ്റ്. Why that lady had that particular conflict? Because the situation was that in-laws house was having torturesome behavior from their in-laws part. Okay, but why this lady? There comes our miasm. So conflict filtered or in the framework of our miasms, understand in the mother side, and you take the brain symptoms, and then it is very easy. You can manage so-called congenital deformities, etc. മറ്റൊരു കേസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ഒരു പേഷ്യൻ്റ് എപ്പിലെപ്സിയാണ്. ഐ കുഡ് മാനേജ് ഹിസ് എപ്പിലെപ്സി ഓൺലി ബിക്കോസ് ഓഫ് മൈ GNM നോളജ്. എപ്പിലെപ്സി എന്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു 15 വർഷം മുമ്പ് എനിക്കറിയില്ലായിരുന്നു. 2013 വരെ എനിക്കറിയില്ലായിരുന്നു എന്താണ് എപ്പിലെപ്സി എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഇഡിമയിൽ വരുന്ന കാര്യമാണ്. സോ ഐ കുഡ് ഗീവ് ക്യൂർ ഫോർ ദാറ്റ് പേഷ്യൻറ്റ് ബിക്കോസ് ഓഫ് ദി GNM നോളജ്. ഇനി ഹി വാസ്
ലേറ്റ് ടു ഗെറ്റ് മാരീഡ്, 40 years അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും പുള്ളിക്കാരി കണ്ടുപിടിച്ച ഒരു പെണ്ണ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഷീ ഹാഡ് എ വെരി ക്രോണിക് വെർട്ടിഗോ. അപ്പൊ ചോദിച്ചു എന്ന് മുതലാണ് തുടങ്ങിയത്? ബിക്കോസ് ഹെർ ഒൺലി ബ്രദർ ഹാഡ് മെറ്റ് വിത്ത് എൻ മോട്ടോർ ആക്സിഡന്റ് ആൻഡ് ഹി വാസ് ഫൗണ്ട് ഓൾമോസ്റ്റ് ഡെഡ് ഓൺ ദി സ്ട്രീറ്റ് സൈഡ്. അപ്പോൾ he had an accident, he fell down, then what happened? He remained in comatose stage for a large number or a large period of time. അത്രയും നാളും ഈ ലേഡി, ബിക്കോസ് ഈസ് ദ ഡിയർ, ഈ ബ്രദറിന് വേണ്ടി കല്യാണം കഴിക്കാതിരുന്നു. എന്നിട്ട് അത്രയും നാൾ ഈ ബ്രദർ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. സോ ഐ കുഡ് മേക്ക് ഹെർ അവെയർ, ഈവൻ ദോ ഇറ്റ് ടുക്ക് സം മോർ ടൈം. എന്നാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കേസുകളിൽ നിന്ന് ഒരു ടോപ്പിക്കിലേക്ക് വന്നത്. ഇതൊരു അക്യൂട്ട് കേസാണ്, ബട്ട് ഇറ്റ് ക്യാൻ ഗോ ഓൺ ഹാങ്ങിങ് ആൻഡ് ദെയർഫോർ ഇറ്റ് ക്യാൻ ബിക്കം ക്രോണിക്. അപ്പൊ എന്താണ് ഒരു ക്രോണിക് ഡിസീസ് എന്ന് നമ്മളെല്ലാം മാസം പഠിച്ചിട്ടുണ്ട്, ബട്ട് വി ഡു നോട്ട് നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ട്രാക്സ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്. ഇതെല്ലാം നിങ്ങൾ പോയി പഠിക്കണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അടുത്ത് സഹായത്തിനായിട്ട് വരുന്ന ആ തലമുറയോട്, അല്ലെങ്കിൽ ആ ജീവികളോട്, ആ മനുഷ്യജീവികളോട് നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ GNM പഠിച്ചേ തീരൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഡോക്ടർ ലാസറിനോട് ക്ഷമ ചോദിക്കുകയാണ്. 2-3 minutes ഞാൻ അദ്ദേഹത്തെ 5 minute ഞാൻ ക്രോസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, ഇന്നൊരു വലിയ ഡിസ്കഷൻ ഏതായാലും സമയമില്ല, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നന്ദി ഒന്നുകൂടെ പറയുന്നു എല്ലാവരോടും. എന്നെ ശ്രമിക്കാൻ ഡോക്ടർ ബിജു വന്നിട്ടുണ്ട്, എനിക്കറിയുന്ന കുറച്ച് പേര്, എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, ധാരാളം പേരുണ്ട്. അബ്ദുൾ ഗഫൂർ വളരെ സീനിയർ ഡോക്ടർ വന്നിട്ടുണ്ട്, ഗീത സുരേഷ്, ശ്രീദേവി, ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു എന്നെ ഇത്രയും നേരം ശ്രമിച്ചതില്ല. പക്ഷെ ഒരപേക്ഷയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും GNM പഠിക്കണം. പഠിക്കാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. താങ്ക് യു വൺ ആൻഡ് ഓൾ. താങ്ക് യു once again. Thank you, sir. Thank you for valuable information about vertigo conflict. Thank you, sir. ഇത്രയും നേരം നമുക്ക് വെർട്ടിഗോയുടെ കോൺഫ്ലിക്റ്റ് എടുക്കാം എന്നുള്ള സാറ് നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് മനസ്സിലാക്കാവുന്ന ലാംഗ്വേജിൽ സാറിനോടുള്ള നന്ദി, അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ അടുത്ത സെഷന് നമ്മുടെ സഞ്ജീവ് സാറാണ്. സഞ്ജീവ് സാറ് പ്രൊഡിക്റ്റീവ് മെത്തേഡിൽ, ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഹോമിയോപ്പതിയിലെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. സാറ് പ്രൊഡിക്റ്റീവിന്റെ SCPH+ കഴിഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊഡിക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സഞ്ജീവ് സാറിനെ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സർ. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. അനിത ഡോക്ടറെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം. കേൾക്കാം സാറേ, കേൾക്കുകയും കാണുകയും ചെയ്യാം. ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജൂലൈ 1 തീയതിയല്ല, 2 തീയതിയാണ്. കാരണം ഡോക്ടർ സാമുവൽ ഹനിമാൻ്റെ ജന്മദിനം നമ്മൾ ഏപ്രിൽ 10 തീയതി ആഘോഷിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം ജൂലൈ 2 തീയതിയാണ്. 1755 ഏപ്രിൽ 10 ജനിക്കുകയും 1843 ജൂലൈ 2 തീയതി അദ്ദേഹം ലോകത്തോട് വിട പറയുകയും ചെയ്തു. അദ്ദേഹം രോഗബാധിതനായിരുന്നു, പക്ഷേ വളരെ നല്ല പ്രായമുണ്ടായിരുന്നു ഹനുമാന്. അദ്ദേഹം പാരീസിൽ, ജർമ്മനിയിൽ നിന്ന് പാരീസിലേക്ക് പോവുകയും പാരീസിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ ആദ്യം ഒരു ചെറിയൊരു സ്ഥലത്ത് ബറി ചെയ്യുകയും പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ യശസ്സിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്കയിലെ പാരീസിലെ ഹോമിയോ ഡോക്ടർമാരുടെ സമൂഹം ലേ പെരിഷെ എന്ന് പറഞ്ഞ ഒരു സെമിത്തേരിയിൽ, അത് വിശ്വപ്രസിദ്ധരായ പലരെയും അടക്കം ചെയ്തിരിക്കുന്ന ഒരു സെമിത്തേരിയിലാണ് സാമുവൽ ഹനിമാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹോമിയോ ഡോക്ടർമാർ പലരും അവിടെ പോയിട്ട് അവിടെ സാമുവൽ ഹനിമാൻ്റെ മുമ്പിൽ നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. അവിടെ ആ ഫോട്ടോ ആണ് നമ്മൾ പലതിലും കാണുന്നത്. അത് പാരീസിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ
സിസ്റ്റത്തിൻ്റെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനിമാൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ഒരു സെഷൻ ആരംഭിക്കട്ടെ. ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾഡ് ഹോമിയോപ്പതി എന്നതാണ്. സോ എന്തൊക്കെയാണ് ഹോമിയോപ്പതിയിലെ പ്രിൻസിപ്പിൾസ്? നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി തന്നെയാണ്. അത് നമ്മൾ ആരോട് ചോദിച്ചാലും എന്തൊക്കെയാണ് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി എന്ന് ചോദിച്ചാൽ പറയും സിമിലിയ സിമിലിബസ് ക്യൂറൻറ്റർ, സിംഗിൾ റെമഡി, സിംഗിൾ ഡോസ് എന്നൊക്കെ പറയും. പക്ഷേ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിനൽ പ്രിൻസിപ്പിൾ? ഹോമിയോപ്പതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിനൽ പ്രിൻസിപ്പിൾ വൈറ്റൽ ഫോഴ്സ് ആണ്. അപ്പം എന്നോട് പെട്ടെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആദ്യത്തെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഡോക്ട്രിൻ ഓഫ് വൈറ്റൽ ഫോഴ്സ്, അഫോർസൻ നമ്പർ 9. രണ്ടാമത്തത് ഡ്രഗ് ഡൈനമൈസേഷൻ വിച്ച് ഈസ് എക്സ്ക്ലൂസീവ് ടു ഹോമിയോപ്പതി. അത് ഹോമിയോപ്പതിയിൽ മറ്റ് പല അലോപ്പതിയിൽ എന്തായാലും ഇല്ല. അലോപ്പതിയിൽ മെയിനായിട്ടും കെമിക്കൽ ബേസ്ഡ് മെഡിസിൻസ്, അതിന് ഡൈനമിക്സ് ഇല്ല. എന്നാൽ മറ്റ് സിദ്ധ പോലെയും അല്ലെങ്കിൽ യുനാനി പോലെയും ഒക്കെയുള്ള സിദ്ധത്തിൽ കുറച്ചും കൂടെയൊക്കെ ഡൈനമൈസേഷൻ ഉണ്ട്. എന്നാൽ ഹോമിയോപ്പതിയുടെ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിലെ ഡൈനമൈസേഷനാണ്. ഡ്രഗ് ഡൈനമൈസേഷൻ, ഇൻഡിവിജ്വലൈസേഷൻ, ഡ്രഗ് പ്രൂവിങ്, ഇത് നാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് വൈറ്റൽ ഫോഴ്സ്, ഇൻഡിവിജ്വലൈസേഷൻ, ഡ്രഗ് പ്രൂവിങ്, ഡ്രഗ് ഡൈനമൈസേഷൻ, ക്രോണിക് ഡിസീസസ്. അതിനുശേഷമാണ് ബാക്കി എല്ലാ കാർഡിനൽ പ്രിൻസിപ്പിൾസും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാർഡിനൽ പ്രിൻസിപ്പിൾസിൽ ഊന്നി നിന്നുകൊണ്ട് ആണ് ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് ഈ കാർഡിനൽ പ്രിൻസിപ്പിൾസിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുമോ? അതായത് നമ്മുടെ അടുത്ത് വരുന്ന ചെറിയ രോഗങ്ങൾ മുതൽ, ചെറിയ രോഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ജലദോഷം, പനി, തൊണ്ടവേദന, പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പക്ഷേ ഏറ്റവും ഭയക്കുന്ന രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ജനിതക തകരാറുകൾ, കുട്ടികളിൽ വരുന്ന ഓട്ടിസം, സെർബ്രൽ പാൾസി, മംഗോളിസം, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന വിവിധങ്ങളായ രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഇപ്പോഴത്തെ പനിയിലേക്ക് തന്നെ വരാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അക്യൂട്ട് സിംറ്റംസിലേക്ക് തന്നെ വരാം. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലിയ സിമിലിബസ് ക്യൂറൻറ്റർ സിംറ്റംസ്, സിമിലിയ സിമിലിബസ് ക്യൂറൻറ്റർ എന്ന് പറയുന്നു. രോഗസമാന ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നു. പക്ഷേ ഇത് മാത്രമാണോ ഹോമിയോപ്പതി? നമ്മുടെ ഇന്നത്തെ പല രോഗങ്ങളും നമ്മൾ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചാൽ മതിയോ, അതോ ആ പ്രോസസ്സിനെയാണോ ചികിത്സിക്കേണ്ടത്? സാമുവൽ ഹനിമാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുംബൈയിലെ ഡോക്ടർ പ്രഫുൽ വിജയ്കർ സാർ, നേരത്തെ CJ വർഗീസ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഒരു ഹനിമാനെ ഫോളോ ചെയ്യുകയും അത് ഹനിമാനിയൻ പ്രിൻസിപ്പിൾസിൽ തന്നെ വളരെ ദൃഢമായി വിശ്വസിക്കുകയും അത് പ്രിസ്ക്രിപ്ഷനിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യസ്നേഹി എന്നും പറയാം. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഡേയിൽ എനിക്ക് ഓർക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ, ഒന്ന് ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാനും, രണ്ടാമത്തത് ഡോക്ടർ പ്രഫുൽ ഗജനൻ വിജയ്കർ സാറുമാണ്. രണ്ടുപേരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ വീണ്ടും ഞാൻ തലകുനിക്കുന്നു. വിജയ്കർ സാർ എന്താണ് നമ്മളെ പഠിപ്പിച്ചതിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ഹാനിമാൻ്റെ ക്രോണിക് ഡിസീസസിൽ ആദ്യത്തെ പേജ് തന്നെ തുടങ്ങുന്നത് സപ്രഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്കാണ്. ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആദ്യത്തെ രോഗം കുറയുന്നു, രോഗി സന്തുഷ്ടനാവുന്നു. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു രോഗം വരുന്നു, അതും രോഗിക്ക് മാറ്റി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 3-4 ദിവസം പോയി കഴിയുമ്പോഴത്തേക്കും വളരെ വലിയൊരു രോഗം, മാരകമായ രോഗം വരുന്നു. അപ്പോൾ രോഗിയോട് ഡോക്ടർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം രോഗി മരിക്കുന്നു.
അപ്പോൾ ഡോക്ടർ ഇത് ക്രോണിക് ഡിസീസസിൻ്റെ ഫസ്റ്റ് പേജിൽ ഹാനിമാൻ എഴുതിയിരിക്കുന്നതാണ്. അത് ദയവായി എല്ലാവരും ഹാനിമാൻ്റെ ബുക്കുകൾ വാങ്ങിക്കുകയും വായിക്കുകയും വേണം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, എവറിത്തിങ് കൺസീവബിൾ ഹാസ് ബീൻ ഡൺ ഫോർ ദിസ് പേഷ്യൻറ്റ്. അതായത് മനുഷ്യ സാധ്യമായതെല്ലാം ഈ രോഗിക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഹാനിമാൻ്റെ കമൻറ്റ്, നത്തിങ് ഹാസ് ബീൻ ഡൺ ഫോർ ദിസ് പേഷ്യൻറ്റ്. ഈ രോഗിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സോ വിത്ത് ഹോമിയോപ്പതി, ദ ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് ഹാനിമാൻ ക്രോണിക് ഡിസീസിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ രോഗിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഭിഷഗ്വരൻ അല്ലെങ്കിൽ ഭിഷഗ്വരന്മാർ, മറ്റ് ഇതര ചികിത്സാ രീതികൾ, അവരൊന്നും ചെയ്യാതെ അവസാനം ഒരു പ്രിറ്റൻഷൻ നടത്തുന്നു, എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, പക്ഷേ രോഗിക്ക് ആത്യന്തികമായി ഗുണം കിട്ടുന്നില്ല. എന്നാൽ ഒരു ഡോക്ടർ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ഹാനിമാൻ തൻ്റെ സപ്രഷനിൽ ഉദ്ദേശിച്ചത്. ഇതേ കാര്യം തന്നെ ഡോക്ടർ വിജയകർ സാറ് അദ്ദേഹത്തിൻ്റെ ചാർട്ട് ഓഫ് സപ്രഷൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഈ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ 3 ജെർമിനൽ ലെയേഴ്സ്, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞത് ഏറ്റവും പുറത്തുള്ളത് എക്ടോഡേമും, അതിനകത്തുള്ളത് എൻഡോഡേമും, അതിനിടയിൽ മീസോഡേമും. എന്നാൽ ഏറ്റവും ഇൻറ്റീരിയർ നമ്മുടെ ബ്രെയിൻ പോലെയുള്ള അവയവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതും എക്ടോഡേം തന്നെയാണ്. അത് ന്യൂറോ എക്ടോഡമാണ്. അപ്പോൾ അതിൽ രോഗങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അതായത് നമ്മുടെ ഡിസ്ട്രക്ഷൻ വരുമ്പോൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, ജനിതക തകരാറുകൾ, ഇതൊക്കെ നമ്മുടെ ഏറ്റവും 7th ലെയറിൽ എത്തുമ്പോഴാണ് ആ രോഗങ്ങളെ കുറച്ച് വരുമ്പോൾ അതിൻ്റെ ലോവർ ലെവൽസ് ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് ചെറിയ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചെറിയ രോഗങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്, ഞങ്ങൾ ഹൗസ് ഏജൻസി ചെയ്തിരുന്നപ്പോൾ അവിടെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു ഡോക്ടർ പത്തനംതിട്ടയിൽ നിന്ന് റെഫർ ചെയ്താണ്. ആ കുട്ടിക്ക് 1 മിനിറ്റിൽ ഏതാണ്ട് 40ഓളം സീഷേഴ്സ് വരുമായിരുന്നു എന്ന് വെച്ചാൽ എപ്പിലെപ്സി, അപസ്മാരം പോലെ ജെർക്സ് വരും. അതുകൊണ്ട് ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ ആ കുട്ടിയെ ശ്രീചിത്ര അതിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് അവർ അത് രോഗം ഐഡൻറ്റിഫൈ ചെയ്തു. SSPE എന്ന രോഗമാണ്, സബ് അക്യൂട്ട് സ്ക്ലീറോസിങ് പാൻഎൻകെഫലൈറ്റിസ്. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ കാരണം ആ കുട്ടിയുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ മീസിൽസ് ആൻറ്റിബോഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീസിൽസ് ആൻറ്റിബോഡീസ് എങ്ങനെ വന്നു? ആ കുട്ടിക്ക് മീസിൽസ് വന്നു. മീസിൽസ് ആയിരുന്നു വന്നത്, പക്ഷേ മീസിൽസ് ആണെന്ന് മനസ്സിലാവാതെ ആദ്യം തന്നെ കുട്ടിയുടെ പനി പാരസെറ്റമോൾ വെച്ചിട്ട് സപ്രസ് ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക്, നമ്മൾ കൊപ്ലിക് സ്പോട്ട് എന്ന് പറയുമല്ലോ, മീസിൽസ് ഡയഗ്നോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൊപ്ലിക് സ്പോട്ട്. ആ കൊപ്ലിക് സ്പോട്ടിലാണ് നമ്മുടെ എക്ടോഡം ഡയറക്റ്റായിട്ട് ന്യൂറോ എക്ടോഡമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറെ ഭേദിച്ചുകൊണ്ട് ആ പോയിന്റിൽ കൂടെ മീസിൽസിൻ്റെ വൈറസ് നമ്മുടെ ബ്രെയിനിലെത്തും. അവിടെയാണ് ഏറ്റവും ലോലമായ, അവിടെ തടസ്സങ്ങളില്ല. അതുകൊണ്ട് നേരെ ബ്രെയിനിലേക്ക് എത്തുകയും കുട്ടിക്ക് സബ് അക്യൂട്ട് സ്ക്ലീറോസിങ് പാൻഎൻകെഫലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കുട്ടി പകലൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങളന്ന് ഹൗസ് ഏജൻസി ചെയ്യാം. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി രാത്രി പോയപ്പോൾ ഈ കുട്ടിയെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ആ റൂമിൽ പോയപ്പോൾ കുട്ടി ശാന്തമായി ഉറങ്ങുന്നു. കുട്ടിക്ക് പകലുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ ഞങ്ങൾ എടുത്ത റൂബ്രിക്ക്, അന്ന് ഞങ്ങൾ ഹൗസ് ഏജൻസി ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. കൺവൽഷൻസ് സീസ് ഡ്യൂറിങ് സ്ലീപ്പ് എന്ന് പറയുന്ന റൂബ്രിക് എടുത്തപ്പോൾ അഗാരിക്കസ് ആണ് നമുക്ക് റെമഡി ആയിട്ട് വന്നത്. ആ അഗാരിക്കസ് ആ കുട്ടിക്ക് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൊടുക്കുകയും അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ കുട്ടിയുടെ ശരീരം മുഴുവൻ മീസിൽസിന് വരുന്ന അതേപോലെ മോർബിലിഫോം ഇറപ്ഷൻസ് എന്ന് പറയുമല്ലോ, മോർബിലിഫോം ഇറപ്ഷൻസ് ആ കുട്ടിയുടെ ശരീരം മുഴുവൻ വരികയും ആ കുട്ടിക്ക് ജെർക്സ് കുറയുകയും ചെയ്തു. ജെർക്സ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിന്നു എന്ന് പറയും. ഒക്കേഷണലായിട്ട് വല്ലതും വരികയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അത് എന്താണെന്നറിയാം, ഞങ്ങളുടെ പ്രൊഫസറായിരുന്ന രാമേന്ദ്രൻ സാറിനെ പോയി കണ്ടുപോയി, സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ടായി, സാറൊന്ന് നോക്കണം. സാറ് പറഞ്ഞത്
സപ്രസ് മീസിൽസ് റെപ്സിൻ പുറത്തു വന്നാണ് ഈ ഒരു വളരെ നല്ല പ്രോഗ്നോസിസ്, നല്ല മെഡിസിൻ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറ് കോളേജിൽ പോയി കഴിഞ്ഞിട്ട് അന്ന് ആ കോളേജിലുള്ള എല്ലാ ബാച്ചസും അവിടെ വന്ന് ഈ മോർബിലി ഫോം ഫ്രാക്ഷൻസും ഉള്ള ഈ കുട്ടി റിലീവ്ഡ് ആയിട്ടുള്ളത് കണ്ടു. ആ കുട്ടിയുടെ അച്ഛൻ ഒരു ടൈലറായിരുന്നു. അയാൾ ഗൾഫിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അവർക്കെല്ലാം വളരെ സന്തോഷമായി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ പിറ്റേ ദിവസം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമ്മുടെ ഡോക്ടർ ആരായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. പിറ്റേ ദിവസം അവിടെ DMO വിസിറ്റ് ചെയ്തു. DMOയും പരിവാരം അവരുടെ കൂടെ. അപ്പോൾ എല്ലാ ബെഡ് സൈഡിലും വന്നു. എല്ലാ ബെഡ് സൈഡിലും വന്ന് കേസ് പരിശോധിക്കുകയും ഈ കുട്ടിക്ക് ഇതിൻ്റെ യാതൊരു കാര്യവും മനസ്സിലാക്കാതെ ഈ കുട്ടിക്ക് ഒരു 4-5 മരുന്നുകൾ അതിൽ മദർ ടിഞ്ചറും ഉണ്ട്, ബയോകെമിക്സും ഉണ്ട്, പൊട്ടൻസീസ് 2-3 ഉണ്ട്, ഇത്രയും കൊടുത്തു. ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും തിരിച്ചു വന്നു. ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഡോക്ടർ? നമുക്ക് ആർക്കും ജീവൻ നൽകാനൊന്നും ഉള്ള ശക്തിയൊന്നും മനുഷ്യർക്കില്ല. പക്ഷേ ഒരു ജീവിതം നീട്ടിക്കൊണ്ടു പോകാനോ റെസ്റ്റോർ ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. റെസ്റ്റോറേഷൻ എന്ന ഒരു വാക്ക് ഡോക്ടർ ഹാനുമാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മുടെ പുതിയ ഡോക്ടർ വിജയകർ സാറിൻ്റെ മാസംഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ലെറ്റ് ഹാനുമാൻ ഡൗൺ. കാരണം ഹാനുമാൻ്റെ കാലത്ത് മെഡിക്കൽ സയൻസും മറ്റ് ശാസ്ത്രങ്ങളൊന്നും ഇത്രയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഇൻട്രാ സെല്ലുലാർ പ്രോബ്സ് ഉണ്ട്. അതായത് ഒരു സെല്ലിനകത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ അന്ന് ഹാനിമാന് ചെയ്യാൻ സാധിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് വിജയകർ സാർ പറഞ്ഞത്. സോ ഡോണ്ട് ലെറ്റ് ഹാനിമാൻ ഡൗൺ. സോ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ഡോണ്ട് ലെറ്റ് ഹാനിമാൻ ഡൗൺ. ഹാനിമാനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരികയല്ലാതെ സിംഗിൾ ഡോസ് കൊടുത്താൽ രോഗങ്ങൾ മാറില്ലെന്നും അതുകൊണ്ട് ഗുണം കിട്ടില്ലെന്നും ഒക്കെയുള്ള പ്രചാരം എല്ലായിടത്തും ഉണ്ട്. കുറേ മരുന്നുകൾ കൊടുത്താലേ രോഗികൾക്ക് രോഗം മാറുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഉള്ള ഉത്തരവാദിത്തം അവസരം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ചെയ്തെങ്കിലും ഹൈറാർക്കി വന്ന് അലക്ഷ്യമായി പ്രിസ്ക്രൈബ് ചെയ്ത കാരണം ഒരു ജീവിതം നശിച്ചു. ആ ജീവിതം പോയതുകൊണ്ട് ആ കുടുംബം താറുമാറായി. ആ അച്ഛൻ്റെ അമ്മയുടെ മുഖം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അലക്ഷ്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ദിവസത്തിൽ വളരെ വിനീതമായി പറയാനുള്ളത്. ശ്രദ്ധ, അറ്റ്മോസ്റ്റ് കെയർ. സോ ഏത് ചെറിയ രോഗിയാണെങ്കിലും ആ രോഗിയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവധാനതയോടുകൂടി ആ കേസ് പഠിച്ച് അത് കൈകാര്യം ചെയ്യണം. ആദ്യകാലത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ദിവസം 40, 50, 100 ഒക്കെ രോഗികളെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യകാലത്ത് അത് ശരിയായിട്ടുള്ളൊരു കേസ് പഠനം അതിൽ വേണം. സോ അതിൽ എനിക്ക് ആദ്യമായിട്ടപ്പോൾ പറയാനുള്ളത്, വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസീസ്? ഈ രോഗം എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണം. ഒരു രോഗം വന്ന വഴി മനസ്സിലാക്കാതെ ആ രോഗം നമുക്ക് ക്യൂർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കരുത്. അപ്പോൾ അതിനുള്ള ഉപാധിയാണ് നമ്മുടെ കേസ് പെർസെപ്ഷൻ. നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് കേസ് എടുക്കൂ എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ കേസ് ടേക്കിംഗ് അതല്ല. പെർസീവിങ് എ കേസ്. ഐസ് ഡു നോട്ട് സീ വാട്ട് മൈൻഡ് ഡസ് നോട്ട് പെർസീവ്. നമ്മുടെ മനസ്സ് കാണാത്തതൊന്നും നമ്മുടെ കണ്ണുകൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടാണ് ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. അപ്പോഴും ആദ്യത്തെ ചോദ്യം, വാട്ട് ക്യാൻ ബി ദ കോസ് ഓഫ് ഡിസീസ്? എന്തുകൊണ്ടാണ് ഒരാൾക്ക് രോഗമുണ്ടാവുന്നത്? കോസ് ഓഫ് ഡിസീസ് ഈസ് ഇഞ്ചുറി. ഒരു രോഗമുണ്ടാവാനുള്ള കാരണം ഒരു മുറിവാണ്. ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ ട്രോമ, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ ട്രോമ. So it can either be a mental trauma
ഓർ എ ഫിസിക്കൽ ട്രോമ. നമ്മളൊരു കുട്ടിയെ അടിച്ചാൽ ആ കുട്ടി കരയും. നമ്മളൊരു കുട്ടിയെ, ദാറ്റ് ഈസ് ഫിസിക്കൽ ട്രോമ. നമ്മൾ അതേ കുട്ടിയെ തന്നെ അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ ആ കുട്ടി കരഞ്ഞേക്കും. അപ്പോൾ അത് മെന്റൽ ട്രോമയാണ്. സോ ദിസ് ട്രോമ, സോ വാട്ട് ഈസ് ദ ട്രോമ സസ്റ്റെയിൻഡ് ബൈ ദ പേഷ്യൻറ്റ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ഫിസിഷ്യൻ. അതിനാണ് നമ്മുടെ കേസ് പെർസെപ്ഷൻ. സോ ഈച്ച് ആൻഡ് എവറി കേസ്, ലെറ്റ് ഇറ്റ് ബി ആൻ അക്യൂട്ട് കേസ്, ലെറ്റ് ഇറ്റ് ബി എ ക്രോണിക് കേസ്, it has to be taken in detail. What is the injury sustained by the patient is of utmost importance. അതിനു വേണ്ടിയാണ് നമ്മൾ കേസ് എടുക്കുന്നത്. നമ്മൾ ലെബോറിയസ് ആയിട്ട് 2-3 മണിക്കൂർ ചിലപ്പോൾ കേസ് എടുക്കാറുണ്ട്. കാരണം അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് പലതും നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രക്സ് ഓഫ് ദ മാറ്റർ, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേസ് ടേക്കിംഗ്. ആ കേസ് അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്നിട്ടത് എങ്ങനെ ഒരു ഫൈനൽ പ്രിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇത്രയാണ് ഇതിലെ നട്ട്ഷെൽ. അപ്പോൾ എന്തൊക്കെ ചോദ്യം ചോദിക്കണം? ഏറ്റവും പ്രധാനം, നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഡിഫെൻസ് മെക്കാനിസം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. എങ്ങനെ ഈ പേഷ്യൻ്റെ ഡിഫെൻസ് മെക്കാനിസം മനസ്സിലാക്കും? ദാറ്റ് ഈസ് കോൾഡ് the miasmatic approach. So then what is miasm? Dr. Vijay Ghar has given a concise and precise definition of miasm as miasm is the defense mechanism of the body. നമ്മളൊക്കെ എങ്ങനെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്നൊക്കെ ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നോ ബഡി ക്യാൻ ലീവ് ഫോർ എത്രയാ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ മുൻ ചീഫ് മിനിസ്റ്റർ അച്യുതാനന്ദൻ 100 വയസ്സ് കഴിഞ്ഞു. എൻ്റെ നാട്ടിലൊക്കെ 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട്, പക്ഷെ അവർക്ക് ജീവിതത്തിലെ ഹയർ പർപ്പസസ് ഓഫ് എക്സിസ്റ്റൻസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ ജീവിക്കുകയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതാണ് അഫോർസം 9. ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആ കേസ് എടുക്കുമ്പോൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ, ഈ മയാസം പറഞ്ഞിരിക്കുന്നത് അഫോർസം 74 എല്ലാ മയാസത്തിനെയും പറ്റി ആനിമാൻ പേരെടുത്ത് പറയാം. അതിൽ സോറ, സൈക്കോസിസ്, സിഫിലിസ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് സോറ ഇറിറ്റേഷൻ ആണെന്നും സൈക്കോസിസ് ഇൻഡ്യൂറേഷൻ ആണെന്നും സിഫിലിസ് ഡിസ്ട്രക്ഷൻ ആണെന്നും വളരെ മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു അഫോർസമാണ്. അതിൻ്റെ മധ്യഭാഗത്താണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പലരും അത് വായിച്ച് നോക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല. എന്തായാലും എല്ലാവരും ആ അഫോർസം 74 കാര്യമായിട്ട് വായിക്കണം. എന്നിട്ട് ആ മയാസ്മാറ്റിക് ആയിട്ടാണ് അതിൻ്റെ കേസ് ടേക്കിംഗ് പോകേണ്ടത്. ഉദാഹരണത്തിന് ഒരു കോംപ്ലിക്കേറ്റഡ് കേസിൽ ആ പേഷ്യൻ്റ് സോറയിലാണോ, സൈക്കോസിസിലാണോ, സിഫിലിസിലാണോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഞാൻ സാധാരണ കുട്ടികൾ, നമ്മൾ കൂടുതലും ജനറ്റിക് ഡിസോർഡേഴ്സ് കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പിലെപ്സി കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ ദ ചൈൽഡ് ഈസ് ബോൺ. ഈ കുട്ടി എങ്ങനെയാണ് ജനിച്ചത്? കുട്ടി ജനിച്ചത് ഒരു നോർമൽ ഡെലിവറിയിലാണോ, അല്ലെങ്കിൽ ഒരു സിസേറിയൻ ഡെലിവറിയിലാണോ, വാക്വം ഡെലിവറിയിലാണോ? ഇങ്ങനെയുള്ള പരിഗണനകൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ അവിടെ അപ്പം തന്നെ സിഫിലിസ് വന്നു കഴിഞ്ഞു. അവിടെ ഒരു സിഫിലിറ്റിക് ലർക്കിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് കൂടുതൽ ഓട്ടിസം ആണെങ്കിലും സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും സിസേറിയൻ സെക്ഷൻ ഡെലിവറിയിൽ ജനിച്ചവരായിരിക്കും. അതാണ് ഒരു സാധ്യത. രണ്ടാമത് വരുന്ന സിഫിലിസ് കയറുന്ന എവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ തീർച്ചയായിട്ടും സാധിക്കും വാക്സിനേഷൻ ഒരു കാരണം. അതുപോലെ ആവശ്യമില്ലാത്ത ശരീരത്തെ നോവിപ്പിക്കുന്ന രീതിയിലുള്ള, ഉദാഹരണത്തിന് കുട്ടികളിൽ പോളിയോമൈലൈറ്റിസ് എന്നൊരു രോഗം വരുന്നു. ആ രോഗത്തിനെതിരെ ഇപ്പോൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പോളിയോയെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് നടത്തുന്നു. എന്നാൽ എന്താണ് അതിലെ വാസ്തവം? അതിൽ ഞാൻ പഠിച്ചുകൊണ്ട് പാസ്സായ ഉടൻ തന്നെ ഡോക്ടർ PS റാവത്ത് എന്ന ചണ്ഡീഗഡിലെ ഒരു കോളേജിലെ പ്രിൻസിപ്പലുമായിട്ട് എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 7% പോളിയോ മാത്രമേ വൈറൽ പോളിയോ മൈലൈറ്റിസ് ഉള്ളൂ. വൈറസ് ഉണ്ടാക്കുന്ന പോളിയോ മൈലൈറ്റിസ് 7% മാത്രമാണ്. ബാക്കി 93% മറ്റു കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഹൈപ്പോഡെർമിക് നീഡിൽസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ലോകത്ത് പോളിയോ മൈലൈറ്റിസ് ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് പോളിയോ മൈലൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗമില്ല. ഒരു കുട്ടി പനി,
ആയിരിക്കുമ്പോൾ, ഒരു കുട്ടി പനിയായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് സാധാരണയായിട്ട് ആൾക്കാർ പെട്ടെന്ന് പനി കുറയാൻ വേണ്ടി ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്, പാരസെറ്റമോൾ. അതൊരു പ്രധാന ഇൻഫൻറ്റൈൽ പാരാലിസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹൈപ്പോഡെർമിക് ഇഞ്ചെക്ഷൻസ് ആണ്. ഹൈപ്പോഡെർമിക് ഇഞ്ചെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കുട്ടി വീണതാണ്. ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിന് ഈ 77% കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിപുലമായ വാക്സിനേഷൻ കൊടുക്കുന്നത്. നമ്മൾ വാക്സിനേഷൻ അന്ധമായിട്ട് എതിർക്കുകയൊന്നുമല്ല, എങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു ട്രാക്കിൽ കൂടെയാണ് ഇന്നത്തെ വൈദ്യരംഗം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. MMR വാക്സിൻ കൊടുത്തു കഴിഞ്ഞ കുട്ടികളിൽ നമ്മുടെ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ ഉണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു അമേരിക്കൻ സെനറ്ററുടെ കുട്ടിക്ക് ഇതുപോലെ വന്നിട്ട് അദ്ദേഹം അത് അമേരിക്കൻ സെനറ്റിൽ ഉന്നയിക്കുകയും എന്നാൽ അവസാനം വാക്സിൻ കമ്പനികളെല്ലാം കൂടി അതിനെ എതിർക്കുകയും അവസാനം അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പെൻറ്റാവലൻ വാക്സിൻ വന്നതിന് ശേഷം, അതായത് ഒരു വാക്സിൻ ഒരു 5 വാക്സിൻസ് ചേർത്തിട്ടാണ് പെൻറ്റാവലൻ വാക്സിൻ. അപ്പോൾ അതിൻ്റെ പ്രിസർവേറ്റീവായിട്ട് വരുന്നത് ഒരു മെർക്യൂറിയൽ കമ്പോണൻ്റ് ആണ്. ആ കമ്പോണൻ്റ് കൊണ്ട് ഓട്ടിസം ഉണ്ടാകുന്നു. 18 മാസത്തിന് ശേഷം റിഗ്രസീവ് ഓട്ടിസം എന്ന് പറയുന്നു. ഞാൻ കുറച്ച് വ്യതിചലിച്ചു പോയി, എങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് പറയാതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് പ്രിവെൻഷന് വേണ്ടി കൊടുക്കുന്ന കാര്യം ആ കുട്ടിയെ നിത്യ ദുരിതത്തിലേക്കും വലിയൊരു രോഗത്തിലേക്കും തള്ളിവിടുന്നു. അതാണ് ഇന്നത്തെ സിനേറിയോ. അതാണ്. അപ്പോൾ അവിടെ ഒരു ഹോമിയോപ്പതിന് എന്ത് ചെയ്യാൻ സാധിക്കും? അത്തരത്തിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും, പ്രൊപ്രേറ്ററി പോലെയുള്ള ടൂൾസ്. അപ്പോൾ അതിൽ ഡെവലപ്മെൻറ്റ് അറസ്റ്റഡ് എന്ന റൂബ്രിക്, ഡെവലപ്മെൻ്റൽ അറസ്റ്റഡ് എന്ന് പറയുന്ന റൂബ്രിക് എടുക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് അറസ്റ്റഡ് ആഫ്റ്റർ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു റെമഡിയാണ് തൂജ. അപ്പോൾ എത്രയോ കേസുകളിൽ നമുക്ക് അത്തരത്തിലുള്ള കുട്ടികളെ തൂജ എന്ന റെമഡിയിൽ നിന്ന് കൊടുത്ത് സ്വാഭാവിക നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വരുന്ന ഒരു റെമഡിയാണ് സിലീഷ്യ. അപ്പോൾ തൂജയും സിലീഷ്യയും നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അവേർഷൻ ടു സിലീഷ്യ നമുക്കെല്ലാം അറിയാം, ക്ലിങ്ങിങ് ടു മദർ. എന്നാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റെമഡിയാണ് തൂജ. തൂജ ഈസ് അവേർഷൻ ടു മദർ. അവേർഷൻ ടു മദർ ഉണ്ടെങ്കിൽ അത് തൂജയും. ഞാൻ സാമാന്യേന പറഞ്ഞേ ഉള്ളൂ, എല്ലാ കേസും എങ്ങനെയൊന്നുമില്ല. മാത്രമല്ല, മറ്റ് വാക്സിനേഷനെതിരെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മറ്റൊരു മെഡിസിനാണ് ക്രൊട്ടാലസ് ഹൊറൈഡസ്. ക്രൊട്ടാലസ് ഹൊറൈഡസ് നമ്മുടെ കോവിഡ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലെല്ലാം വ്യാപകമായ ചുമയുണ്ടല്ലോ, അത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു. അത് ഇപ്പോഴും ഇതൊരു കോവിഡ് സിറ്റുവേഷൻ തന്നെയാണ്. ഈ PCR പോളിമർ ചെയിൻ റിയാക്ഷനിൽ അത് പോസിറ്റീവ് ആവുന്നില്ല, പക്ഷേ അത് പലതും കോവിഡ് തന്നെയാണ്. അതുകൊണ്ടാണ് പല പനികളിലും രുചിയില്ല, മണമില്ല, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, ഞാൻ ഇപ്പോൾ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 റെമഡീസാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് 5G, ഇപ്പോഴത്തെ ഈ 5Gയുടെ ഒരു കാരണം കൊണ്ടാണ് ഈ രോഗം ഒട്ടും വിട്ടുപോകാത്തത്. ഇന്ത്യയിൽ ഇപ്പം റിലയൻസും എല്ലാവരും ഇപ്പോൾ 5Gയിലേക്ക് മാറിയല്ലോ. നമുക്ക് 5G അല്ലാത്തൊരു ഫോൺ പോലും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 റെമഡീസ് പ്രധാനമായും സെപ്പിയ, വൈപ്പറ, ക്രൊട്ടാലസ് ഹൊറൈഡസ്, ലാക്ടസിസ് എന്നീ മെഡിസിനും അതിൻ്റെ കോംപ്ലിമെൻ്ററി റെമഡീസുമാണ് ഇപ്പോൾ സാധാരണ അക്യൂട്ട്സിന് പോലും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് തൊണ്ടവേദന അക്യൂട്ടായിട്ടുള്ള ഇപ്പോഴത്തെ സീസണൽ ഇതായിട്ട് വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായി വരുന്ന ഒരു ഔഷധം ഹെപ്പാർ സൾഫാണ്. ഹെപ്പാർ സൾഫ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ലാക്ടസിസിൻ്റെ കോംപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് ഈ കോവിഡ് മരണങ്ങൾ, ഇപ്പോൾ കുഴഞ്ഞു വീണ് മരണം, അല്ലെങ്കിൽ BP കൂടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുന്ന ഏറ്റവും ഫലപ്രദമായിട്ട് വരാവുന്ന ഒരു ഔഷധം ലാക്ടസിസ് ആണ്. അത് ലിവറിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ക്രൊട്ടാലസ് ഹൊറൈഡസ് ആണ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ഇതൊന്നും അല്ലെങ്കിൽ ജനറലായിട്ട് കൊടുക്കുന്നത് സെപ്പിയാണ്. ഇത് ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പല കേസുകളും നമ്മൾ റെയിനി സീസൺ ആണെങ്കിലും പണ്ട് നമ്മൾ റെസ്റ്റോക്സ് കൊടുത്ത് കുറയുന്നത് പോലെ ഇപ്പോൾ കൊടുത്താൽ കുറയുന്നില്ല. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് ജെൽസീമിയമാണ്. റെസ്റ്റോക്സ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ജെൽസീമിയമാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെയാണ് ഞാൻ പറഞ്ഞത്, സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്ന് പറയുന്ന സിംറ്റം സിമിലാരിറ്റി മാത്രം ഇപ്പോൾ നോക്കിയാൽ പോരാ. അഫോർസം 73-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വെതറിൽ വരുന്നതും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ടെല്യൂറിക് ആൻഡ് 2 കാര്യങ്ങളാണ്. ഒന്ന് ഭൂമിയിൽ നിന്നുണ്ടാകുന്നതും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിലുണ്ട്. അത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഫോർസം 73-ൽ അത് ഹാൻഡ്മാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പ്രപഞ്ചത്തിനെ ഒന്നായി കണ്ടുകൊണ്ട് പ്രപഞ്ച തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സിച്ചാലാണ് നമുക്ക് രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുക. അപ്പോൾ പ്രപഞ്ചം എന്താണ്? വാനം, ഭൂമി, തീ, ജലം, വായു. ഇതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുക. അതുകൊണ്ട് പ്രപഞ്ചം 5 ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അവിടെ നമ്മളപ്പോൾ പ്രകൃതിയേക്കാളും മുകളിലാണ് പ്രപഞ്ചം. അതിൽ ആ പ്രപഞ്ചത്തിലെ വാനം, ഭൂമി, തീ എന്ന് പറയുന്നത് നമ്മുടെ തെർമൽ റിയാക്ഷൻ ആണ്. വാട്ടർ, വാനം, ഭൂമി, തീ, ജലം എന്ന് പറയുന്നത് നമ്മുടെ തേഴ്സ്റ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ ജനറൽസ് എന്ന് പറയുന്നത് എർത്താണ്. അതുപോലെ അങ്ങനെ 5 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, അതുകൊണ്ടാണ് ഡോക്ടർ വിജയകർ സാറ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ തിയറി ഓഫ് അക്യൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തിയറി. അപ്പോൾ രോഗങ്ങൾ സപ്രഷൻ കൊണ്ടുണ്ടാകുന്നു, അതിനെ മറികടക്കാൻ. അപ്പോൾ തിയറി ഓഫ് അക്യൂട്ട്സിൽ അതിനൊരു അക്യൂട്ട് ചാർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തെർമൽ ആൻഡ് തേഴ്സ്റ്റ് ആക്സിസ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അക്യൂട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. സാറ് പറയുന്നത് ആദ്യം തന്നെ ഒരു മരുന്ന് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കലാണ്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു RMO ഉണ്ട്. ആ RMO അറിയുന്നതിനേക്കാൾ കൂടുതലൊന്നും നമ്മുടെ മറ്റൊരു സിസ്റ്റത്തിനും അറിയില്ല. ആ RMOയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മെഡിസിൻ പൊട്ടൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഒരു നമ്മുടെ ഒരു ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സിനെ ടാക്കിൾ ചെയ്യാൻ ആയതുകൊണ്ടാണ് നമ്മളൊരു ഡൈനാമിക് ഫോഴ്സ് ഉള്ള മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് അതിലെ. അപ്പോൾ ഒരു കേസ് വന്നാൽ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുക്കേണ്ടത് വാട്ട് ഈസ് ദ ഇഞ്ചുറി സസ്റ്റൈറ്റ്, പിന്നെ സിഫിലിസ് എപ്പോൾ വന്നു, അല്ലെങ്കിൽ സൈക്കോസിസ് എപ്പോൾ വന്നു, സോറ എപ്പോൾ വന്നു. അതിൽ നമ്മൾ വിചാരിക്കുന്ന സിഫിലിസിന്റെ കൂടെ ഓർഗനോണിൽ പറഞ്ഞിരിക്കുന്നു സോറ. സിഫിലിസിന്റെ കൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് എപ്പോഴും സോറയും കൂടെ വരുമ്പോഴാണ് എന്നാണ് ഹാനിമാൻ അവസാന കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സോറ എപ്പോഴും നിർദോഷമായ ഒരു സാധനമല്ല. സിഫിലിസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോറ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് വരുമ്പോൾ എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ പ്രോഗ്നോസിസ്, അതിന് നമ്മളൊരു 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു കേസ് എടുക്കാനുള്ള കാര്യങ്ങൾ. ഒരു കേസ് ട്രോമ കണ്ടുപിടിക്കണം. ട്രോമ കണ്ടുപിടിച്ചിട്ട് അതിനനുരൂപമായിട്ടുള്ള മരുന്ന്. അപ്പോൾ എന്താണ് ട്രോമ, ആ ട്രോമ എങ്ങനെയാണ് ഉണ്ടായത്, രോഗം വന്ന വഴി എന്താണ്, ജേർണി ഓഫ് ദ ഡിസീസ് എന്താണ്, ലൈഫ് സിറ്റുവേഷൻ എന്താണ്, ജീവിതമാണ് നമ്മൾ പെർസ്യൂ ചെയ്യുന്നത്, രോഗമല്ല. ഹോമിയോപ്പതി ഞങ്ങളുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്, നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത്, ആ മാറ്റങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടായോ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്. ഈ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അതിൽ ആ സിഫിലിസ് എവിടുന്നാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു കാലണ്ടർ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാക്കി കൃത്യം നമുക്ക് പുറകിൽ നിന്നും മുമ്പോട്ട് പോവാം. ഏറ്റവും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഇന്ന് എന്തെല്ലാം അസുഖമുണ്ട്, അതെങ്ങനെ തുടങ്ങി, അതിനാ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റന്റ്, അതിൽ നിന്ന് പുറകോട്ട് പോയി. അപ്പോൾ പേഷ്യൻ്റ് ഓർമ്മയുണ്ടാവും. നമ്മൾ ആദ്യകാലം തൊട്ട് ഇങ്ങോട്ട് വരാതെ, അതുപോലെ അഗ്രവേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, അമിലറേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കി, ഒക്കെ രോഗം വന്ന വഴി മനസ്സിലാക്കി, ലൈഫ് സിറ്റുവേഷൻ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിനെ പറ്റിയുള്ള ഒരു പിക്ചർ കിട്ടും. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഒരു സയൻസിനേക്കാളും കൂടുതൽ ഒരു ആർട്ടാണ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഹാനിമാൻ്റെ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഓർഗനോൺ തൊട്ട് 6th എഡിഷൻ വരെയുള്ള ഓർഗനോണിൻ്റെ പ്രിഫേസ് വായിച്ചു നോക്കണം. അതിൽ 2ാമത്തെ ഓർഗനോൺ, 2nd എഡിഷൻ 1810 ആദ്യത്തെ ഓർഗനോൺ വരുന്നത്, 1810. അതിനുശേഷം 1833 നമ്മുടെ അവസാനത്തെ വോള്യൂം വരുന്നത്. പിന്നെ 6th എഡിഷനെ പറ്റി ചില കോൺട്രവേഴ്സീസും ഉണ്ട്. ഇത്രയും വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പ്രിഫേസ് വായിക്കുമ്പോൾ ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്, ദ ഫിസിഷ്യൻ ഹാസ് ടു ബി ട്രൂത്ത്ഫുൾ. ഏറ്റവും പ്രത്യേകിച്ച് 2ാമത്തെ എഡിഷൻ ഓഫ് ഓർഗനോണിൻ്റെ പ്രിഫേസിൽ ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് ട്രൂത്ത് എന്താണ്, നമ്മൾ എന്താണ് പെർസ്യൂ ചെയ്യേണ്ടത്, അതാണ് അഫോർസം 3, ഹൂ ഈസ് എ ട്രൂ പ്രാക്ടീഷണർ ഓഫ് ദ ഹീലിംഗ് ആർട്ട്. നമ്മളൊക്കെ ആവാൻ ശ്രമിക്കേണ്ടത്, ഈ ഡോക്ടേഴ്സിൽ എനിക്ക് വിനീതമായി പറയാനുള്ളത്, വി ഹാവ് ടു ബിക്കം ട്രൂ പ്രാക്ടീഷണേഴ്സ് ഓഫ് ദിസ് ഹീലിംഗ് ആർട്ട്. അപ്പോൾ ഇതൊരു വെറുമൊരു സയൻസ് അല്ല, ഇതൊരു ആർട്ടാണ്. ആ ആർട്ട് എന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ പിക്ചർ വരയ്ക്കുന്നതാണ് ആ ആർട്ട്. അപ്പോൾ ഹൂ ഈസ് എ ട്രൂ പ്രാക്ടീഷണർ, അത് അഫോർസം 3 പറയുന്നു. വൺ ഹൂ പ്രാക്ടീസസ്
judiciously and rationally. One who practices judicially and rationally. He is a true practitioner. He is a true practitioner. അതായത് നിയമാനുസൃതമായി ചികിത്സ ജുഡീഷ്യസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ട്രൂ പ്രാക്ടീഷണർ. സോ വാട്ട് ഈസ് ദ നിയമം? ദാറ്റ് ഈസ് ഓർഗനോൺ. ഇനി നിയമമില്ലാത്തടത്ത് എന്താണ്? റാഷണലി യുക്തിസഹമായി ചിന്തിക്കുന്നതാണ് ട്രൂ പ്രാക്ടീഷണർ. ഇപ്പോൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് വൈരാഗ്യ ബുദ്ധിയോടെ നടക്കുന്ന യുക്തിവാദികൾ നമുക്കുണ്ട്. അതല്ല യുക്തി. മനുഷ്യജീവന് വില കൽപ്പിക്കുകയും സാധ്യതകൾ തുറന്നു കൊടുക്കുകയും അവരെ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് യുക്തി. അങ്ങനെയുള്ള യുക്തിയുള്ളതും നിയമത്തെ അനുസരിക്കുന്നതുമായ ഒരാളാണ് ട്രൂ പ്രാക്ടീഷണർ. അതാവാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അത് സാധിക്കുമോ ഇല്ലയോ, അതിന് ഇഫക്റ്റ് ഉണ്ടാവുമോ, ഒരു ഡോസ് മാത്രം കൊടുത്താൽ മതിയോ, അത് ഇഫക്റ്റ് ഉണ്ടാവുമോ, അത് ഉണ്ടാവുകയില്ല എന്നാണ് പല കോളേജുകളിലും പറയുന്നത്. നിർഭാഗ്യമാണ്. നമ്മുടെയൊക്കെ പ്രാക്ടീസിൽ നമ്മൾ ഒരു ഡോസിൽ കൂടുതൽ കൊടുത്ത കേസുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ വളരെ ടെർമിനായിട്ടുള്ള ചില സമയങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അതല്ലാതെ വിജയകർ സാർ പറയുന്നത് നിങ്ങൾ ഒരു ഡോസ് കൊടുത്തിട്ട് അത് ആക്ട് ചെയ്തില്ലെങ്കിൽ അത് കളയാനാണ് പറയുന്നത്, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു അക്യൂട്ടിലായാലും, അത് അക്യൂട്ടിലാണെങ്കിലും ക്രോണിക്കിലാണെങ്കിലും, അപ്പോൾ അതിൽ ചില ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ 4th എഡിഷൻ ഓഫ് ഓർഗനോൺ വായിക്കണം. 6th എഡിഷനിൽ മില്ലിസ് മില്ലർ റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ 5th എഡിഷനിലും ഏകദേശം അതാണ്. പക്ഷേ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്നത് 4th എഡിഷനിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഹാനിമാൻ ജർമ്മനി വിട്ടതിന് മുൻപുള്ള ബോധ്യമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷമുള്ള പാരീസിലേക്ക് പോയിട്ട് ഹാനിമാൻ വെൽ ഓഫായി, അതായത് നല്ല ജീവിതമായി, പൈസയുണ്ടായി, സുഖലോലുപതയുണ്ടായി. അതിനു മുമ്പ് കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ വാലിഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതിയിൽ ഫോളോ ചെയ്യുന്നത് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മൾ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്തിട്ട് നോക്കി വളരെ ശ്രദ്ധാപൂർവം അതിനെ അനലൈസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങളൊരു SCPH+ എന്ന് പറഞ്ഞ കോഴ്സ് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു എപ്പിലെപ്സി ഉള്ള കുട്ടി കഴിഞ്ഞ പ്രാവശ്യം സ്ട്രമോണിയം കൊടുത്തിരുന്നു. സ്ട്രമോണിയം കൊടുത്ത് നമ്മൾ അപ്പാരൻ്റ്ലി അതിൻ്റെ ഫോളോ അപ്പ് എടുത്തു. കേസ് ആദ്യം എടുത്തപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തു. പക്ഷെ അതിൻ്റെ ഫോളോ അപ്പ് വന്നപ്പോൾ ആ കുട്ടിക്ക് ഞങ്ങളൊക്കെ വിചാരിച്ചത് അത് പേഷ്യൻറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സ് ബെറ്ററായി, അതുകൊണ്ട് റെമഡി റൈറ്റ് ആണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ബോധ്യം. പക്ഷേ ഡോക്ടർ അംബരീഷ് അത് വിശദമായിട്ട്, അതായത് കുട്ടിക്ക് സീഷേഴ്സ് വരുമ്പോൾ ഇൻവോളണ്ടറി യൂറിനേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം റെമഡി ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുകയും ആ റെമഡി മാറ്റി അടുത്ത റെമഡിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിന് ആ ഫോളോ അപ്പിന് തന്നെ ഏകദേശം 2 മണിക്കൂർ എടുത്തു. അത് നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, കാരണം ട്രാൻസ്ലേഷനൊക്കെ വരുന്നതുകൊണ്ടാണ്, പേഷ്യൻറ്റിൻ്റെ ഭാഷ മലയാളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് വരുന്നതുകൊണ്ട് അത്രയും സമയം എടുത്തത്. പക്ഷെ ഒരു ഫിസിയോതെറാപ്പിന് നമ്മുടെ റെമഡി ആക്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു റെമഡി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെയാണ് കേസ് ടേക്കിംഗ്. ട്രോമ സംഭവിച്ചു, അതിനുശേഷം ആ കേസ് അനാലിസിസ് വേണം. ആ കേസ് അനാലിസിസ് കഴിഞ്ഞിട്ട് അത് റെപ്പർട്ടറൈസ് ചെയ്യും. ആ റെപ്പർട്ടറൈസ് ചെയ്തിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുത്ത മെഡിസിൻ, സോ അപ്പോൾ അത് പ്രധാനമായിട്ടും ആ 4 സ്റ്റെപ്സ് ആണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് പെർസീവിങ് ദ കേസ്, സെക്കൻഡ് വൺ ഈസ് അനാലിസിസ് ഓഫ് ദ കേസ്, തേർഡ് വൺ ഈസ് repertorization of the case, and fourth one is the prescription according to Tri-Miasmatic Meteoremetica. അതിനെപ്പറ്റി വളരെ വലിയൊരു സബ്ജക്റ്റാണ്. മായാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു റെമഡി പ്രിസ്ക്രൈബിങ് സ്റ്റൈലാണിത്. സോ Tri-Miasmatic Meteoremetica അനുസരിച്ച് ഒരു ഡോസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്ത ഡോസ് ഇവിടം വരെയൊക്കെ എല്ലാവരും ചെയ്യും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നത് ഫോളോ അപ്പിലാണ്. അപ്പോൾ ആ ഫോളോ അപ്പിൽ കൂലങ്കഷമായി തലനാരിഴകി പരിശോധിച്ച് ഇത് നല്ലതാണോ ചീത്തയാണോ, നമുക്ക് റെമഡി മാറ്റണോ അതോ ആ ഡോസ് മതിയോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ആ കേസിൻ്റെ ഫോളോ അപ്പ് പോകുന്നത്. അപ്പോൾ ആ ഫോളോ അപ്പിൽ നമുക്ക് മനസ്സിലാവും ആ റെമഡി ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരുന്നാലും മതി, റെമഡി ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതി അവലംബിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഒരു തുമ്മൽ തൊട്ട് ഏറ്റവും വലിയ ഒരു ക്യാൻസറോ ജനിതക തകരാറുകളോ ഒക്കെ വളരെ കോൺഫിഡൻസോടു കൂടി
അത് ചികിത്സിക്കാൻ സാധിക്കും. അത് ഓരോ കേസും ഒരു ഒരു റിസർച്ച് പ്രോജക്റ്റാണ്. ഓരോ കേസും ഒരു റിസർച്ച് പ്രോജക്റ്റാണ്. ഇതൊരു തമാശയല്ല. ഇത് ഒരു ചൈൽഡ്സ് പ്ലേ അല്ല. നമ്മൾ ഒരു ഞങ്ങൾ കണ്ണില്ലാത്ത ഒരു കുട്ടി, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയെ പണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ, അവർക്ക് കണ്ണില്ലാത്തതല്ല പ്രശ്നം, പക്ഷേ ഈ കുട്ടി എല്ലാവരെയും പോയി ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. ആലുവ ബ്ലൈൻഡ് സ്കൂളിലുള്ള കുട്ടിയാണ്. വളരെ വർഷങ്ങളായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ ഈ കണ്ണുകൾക്ക് പകരം അവിടെ ഒന്നുമില്ല, ഒരു ഐബോൾ പോലും ഇല്ല. നമ്മൾ വെറും സ്കിൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അന്ന്, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ഞാൻ ആ പരസ്യം കണ്ടു, ബയോണിക്കായി ഓസ്ട്രേലിയ മറ്റാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കണ്ണിൽ ഫിറ്റ് ചെയ്താൽ അത് ബ്രെയിനുമായിട്ട് ഇലക്ട്രോണിക്കലി ഇത് ചെയ്തിട്ട് നമുക്ക് സാധാരണ കണ്ണുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ അത് കുറേ അഡ്വാൻസ് ആയിട്ട്. അന്ന് അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു കണ്ണിന് 2 കോടി രൂപയാണ് അന്ന് വില. എനിക്കൊരു 20 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ 4 കണ്ണുകൾക്ക്, അന്നത് ശൈശവദശയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് വരാൻ പോവാണ് ആ കണ്ണ്. അപ്പോൾ 2 കണ്ണുകൾക്ക് 4 കോടി രൂപയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീക്കിന്റെ വില എന്തായിരിക്കും? എത്ര കോടി രൂപയായിരിക്കും? അപ്പോൾ അത്രയും ഉള്ള വിലമതിപ്പുള്ള, അത്രയും വില പിടിച്ച ഒരു 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 ജീവനിലാണ് നമ്മൾ സ്പർശിക്കുന്നത് എന്നുള്ള ബഹുമാനത്തോടു കൂടിയാണ് ഓരോ കേസും നമ്മൾ സമീപിക്കേണ്ടത്. ഇതൊരു ചൈൽഡ്സ് പ്ലേ അല്ല. അപ്പോൾ അങ്ങനെ സമീപിച്ചാൽ എന്താണ് ഗുണം? അങ്ങനെ സമീപിച്ചാൽ നമുക്ക് ഒരുപാട് ജീവിതങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ട്. അവിടെ രാഷ്ട്രപതി അന്ന് ധീരതയ്ക്കുള്ള അല്ലെങ്കിൽ വിശിഷ്ട സേവനത്തിലുള്ള മെഡലൊക്കെ കൊടുക്കും. അത് ആർക്കാ കൊടുക്കുന്നത്? ഒരു കുട്ടി മുങ്ങിത്താന്നപ്പോൾ ഒരു കുട്ടിയെ രക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനെ അതൊരു ജീവൻ രക്ഷിക്കുന്നവർക്ക് പോലും ഒരു അവാർഡ് കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള അത് പോരാ. എല്ലാ ദിവസവും 1, 2, 3, 10 ജീവിതങ്ങൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം. വെറും രോഗം കുറയ്ക്കുക എന്ന് മാത്രമല്ല, രോഗങ്ങൾ, അത് സ്റ്റുവർട്ട് ക്ലോസിന്റെ ഡെഫിനിഷൻ, ഹോമിയോപ്പതി ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് തെറാപ്യൂട്ടിക് മെഡിക്കേഷൻ. ഹോമിയോപ്പതി ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് തെറാപ്യൂട്ടിക് മെഡിക്കേഷൻ. അപ്പോൾ അതായത് ഇതിൽ എന്തെല്ലാം ഉണ്ട്? നിയോനെറ്റോളജി ഉണ്ട്. നമ്മുടെ മെറ്റീരിയ മെഡിക്ക ഈസ് എ കളർഫുൾ ബുക്ക് ഓഫ് ലൈഫ്. മെറ്റീരിയ മെഡിക്ക എന്ന് വെച്ചാൽ അത് വെറുമൊരു ഔഷധ വിജ്ഞാനീയമല്ല, അതൊരു കളർഫുൾ ബുക്ക് ഓഫ് ലൈഫാണ്. ഒരാളുടെ ഒരു ജീവിതം, ഒരു മനുഷ്യ ജീവിതമാണ് മെറ്റീരിയ മെഡിക്ക. അതിന് ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. മെറ്റീരിയ മെഡിക്കലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരൊക്കെയാണ്? നവജാത ശിശുക്കൾ, ചെറിയ കുട്ടികൾ. നമ്മൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അങ്ങനെ പോകുമല്ലോ. അതായത് നവജാത ശിശു മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാ സ്റ്റേജുകൾക്കും, ഓരോ കാലഘട്ടത്തിലേക്കും, ഓരോ ഏജ് ഗ്രൂപ്പിനും ഒക്കെയുള്ള, സോ അതൊരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. അതിൽ കോസ്മെറ്റോളജി ഉണ്ട്, ബ്ലൂ ഐസ് ഓഫ് ബ്രോമിയം എന്ന് പറയുന്നു, ഗൈനക്കോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഉണ്ട്. എന്താ ഇല്ലാത്തത്? നിയോനെറ്റോളജി ഉണ്ട്, ജെറിയാട്രിക്സ് ഉണ്ട്. ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഏതാണ്ട് 3000-ൽ പരം മരുന്നുകളുടെ ഏറ്റവും വിപുലമായ ഔഷധ വിജ്ഞാനീയം അതുണ്ട്. ആ മരുന്നുകൾ നമുക്ക്, അതിൽ നിന്ന് ഒരു 100 മരുന്നെങ്കിലും നമ്മൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയ അടിത്തറയോടുകൂടി, അതിൻ്റെ ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവ്സോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹോമിയോപ്പതി ആവാൻ സാധിക്കും. അത് തുടങ്ങേണ്ടത് നമ്മുടെ കോളേജുകളിൽ നിന്നാണ്. നമ്മുടെ കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ, അവർ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കത് ഉൾക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഹോമിയോപ്പതിയെ കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾഡ് ആയിരിക്കണം. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിനെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോമിയോപ്പതി ഒരു പ്രിൻസിപ്പിൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റം പ്രിൻസിപ്പിൾഡ് ആണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിൾ ഇല്ലെന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. എന്താണ് അതിലെ പ്രിൻസിപ്പിൾ? അല്ലെങ്കിൽ ഞാൻ അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ എല്ലാ സിസ്റ്റംസും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം രോഗികൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ യോഗ ഡേ ആയിരുന്നു. ഇന്നിപ്പോൾ പുതിയ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. യോഗ ESIയിൽ ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി, ആയുഷിനെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
പക്ഷേ ഈ ഓരോ ബ്രാഞ്ചസും നന്നാവണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭിഷഗ്വരന്മാർ ഉണ്ടാവേണ്ടിയിരിക്കും. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നമുക്ക് എടുക്കാവുന്ന ഒരു പ്ലെഡ്ജ്, ഞാനൊരു ട്രൂ പ്രാക്ടീഷണർ ആവും. ഞാനൊരു ട്രൂ പ്രാക്ടീഷണർ ആയാൽ ആർക്കാ ഗുണം? എനിക്കല്ല ഗുണം, എൻ്റെ ചുറ്റും നിൽക്കുന്ന രോഗികൾക്കും എൻ്റെ സമൂഹത്തിനുമാണ് അതിൻ്റെ ഗുണം. അതാണ് ഡോക്ടേഴ്സ് ഡേയിൽ നമ്മുടെ മനസ്സിൽ വേരൂന്നേണ്ട ഒരു സന്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ കഴിവിൻ്റെ പരമാവധി അടുത്ത ജനറേഷന് വേണ്ടി കൂടി അതിനാവശ്യമുള്ള ഹോമിയോപ്പതിയുടെ പ്രാമാണിക തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഹോമിയോപ്പതിയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോവുക, മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നടക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള, ഞാൻ അഡ്വർടൈസ് ചെയ്യുന്നതല്ല, അത്തരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയോജനം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിലും ഏത് സമയത്തും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഉണ്ടാവും. കേരളത്തിലുടനീളം കുട്ടികൾക്ക് വേണ്ടി ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള രോഗങ്ങളുള്ള, അതായത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയില്ല എന്ന് എഴുതിയെഴുതപ്പെട്ടിട്ടുള്ള ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ കേരളത്തിലെമ്പാടും നടത്തപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ള എല്ലാവർക്കും ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ വലിയൊരു ടീം, നമ്മുടെ അനിൽ ഡോക്ടർ അടക്കം, ഡോക്ടർ സിന്ധു അടക്കം, ഡോക്ടർ ശിവശങ്കർ അടക്കം, ഇവരൊക്കെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സാണ്. അപ്പോൾ കേരളം മുഴുവൻ, കേരളത്തിൽ 947 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ എല്ലാ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള കുട്ടികളെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി നമ്മൾ റീജൻ എന്ന് വെച്ചാൽ മഴ, റീജൻ 152 എന്നാണ് ഇപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ പേര്. അത് 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉദ്ദേശിച്ചുള്ളതാണ്. അതിനുശേഷം അത് ഈ 947 ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഹോമിയോപ്പതിയുടെ ശരിയായ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പ്രയത്നമാണ്, ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആശാവഹമായി അതിൽ താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ വരാവുന്നതാണ്. എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കേസുകളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വേണമെങ്കിൽ കുറച്ചൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് ആ പ്രോജക്റ്റിന് പേര് റീജൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. റീജൻ എന്ന വാക്കിൻ്റെ അർത്ഥം, റീജൻ എന്നുള്ളത് ഒരു ജർമ്മൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം മഴ എന്നാണ്. കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നത് മഴയായതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന് റീജൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രെയിനിങ് സെഷൻസും മെറ്റീരിയൽ മെഡിക്ക ക്ലാസ്സുകളും, നമ്മുടെ മെറ്റീരിയൽ മെഡിക്ക ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ മെറ്റീരിയൽ മെഡിക്ക ഒരു സൈക്കോട്ടിക് മെറ്റീരിയൽ മെഡിക്കയാണ്. അതിൻ്റെ സിഫിലിറ്റിക് ആസ്പെക്ട്സ് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയിൽ അധികമില്ല. നമ്മുടെ എല്ലാ മിറ്റും കൂടുതൽ ഇല്ല എന്നുള്ളതല്ല. ഉദാഹരണത്തിന് അക്കോണൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതുവരെ പഠിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അക്കോണൈറ്റ് എന്ന് പറയുന്ന ഒരു റെമഡി നമ്മൾ പഠിക്കുമ്പോൾ അതെന്താ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതേ അക്കോണൈറ്റിൽ തന്നെ പറയുന്നു ടോസസ് അബൌട്ട് ഇൻ ആഗണി, അല്ലെങ്കിൽ പ്രെഡിക്റ്റിംഗ് ദ ടൈം ഓഫ് ഡേ ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത് ബെസ്റ്റിയാലിറ്റി വിത്ത് ആനിമൽസ് എന്നൊക്കെ പറയുന്നത് സിഫിലിറ്റിക് അക്കോണൈറ്റ്. സോ അപ്പോൾ നമ്മുടെയൊക്കെ പ്രാക്ടീസിൽ നിന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മെറ്റീരിയൽ മെഡിക്ക തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ടെങ്ക്രിസ് എന്ന് പറഞ്ഞ ഒരു റെമഡി പലർക്കും നമുക്കറിയില്ല. വിജയകൃഷ്ണൻ സാർ പറഞ്ഞപ്പോഴാണ് ടെങ്ക്രിസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലാക്കസിസ് പോലെയുള്ള ഒരു റെമഡിയാണ്. പക്ഷേ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഭയങ്കര മടിയായിരിക്കുന്ന റെമഡിയാണ് ടെങ്ക്രിസ്. അതുപോലെ ജർമേനിയം മെറ്റ് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെമഡിയാണ്. ജർമേനിയം മെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൺഫ്യൂഷൻസ് ആണ്. ഇതുപോലെ നമ്മൾ ഓരോ ക്യാമ്പുകളിൽ പോകുമ്പോഴും നമുക്ക് പുതിയ പുതിയ റെമഡികളെ പറ്റിയുള്ള അവഗാഹം വന്നുകൊടുക്കും. ലാക്ക് ലിയോനേറ്റം എന്ന് പറയുന്ന ഒരു റെമഡി, പണ്ട് നമ്മളത് സിംഹത്തിന്റെ പാലാണ്, ആരാണിത് പോയി കറന്നെടുത്ത് പൊട്ടൻറ്റ് ചെയ്യുന്നൊക്കെ ആലോചിച്ചെങ്കിൽ ഇപ്പോൾ അത് ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ പുതിയൊരു കുട്ടി ജനിക്കുമ്പോൾ പഴയ കുട്ടിക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് നമ്മൾ എപ്പിസും കൊടുക്കും. അതേപോലെ തന്നെ വരുന്ന റെമഡിയാണ് ജർമേനിയം മെറ്റാലിക്കം. അതുപോലെ മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയ ഒരുപാട് റെമഡീസ്. അപ്പോൾ ഈ റെമഡീസിനെ പറ്റിയൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള അവഗാഹം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. മെറ്റീരിയൽ മെഡിക്ക നന്നായിട്ട് പഠിക്കണം. അതുപോലെ പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട
മെത്തഡോളജി കൊണ്ട് റെപ്പേർട്ടറിയിൽ നിന്നും വെറ്ററിനറി മെഡിക്കലിലേക്ക് പോവുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള റെപ്പർട്ടറൈസേഷൻ സ്ട്രാറ്റജീസ്, പലതരത്തിലുള്ള റെപ്പേർട്ടറീസ്, അതിൽ തെർമൽസിറ്റിയും തേഴ്സ്റ്റിൻ്റെയും മയാസത്തിൻ്റെയും ഒക്കെ ഉപയോഗം, ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മെത്തഡോളജിയാണ് പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി എന്ന ഹാനിമാൻ ഹോമിയോപ്പതിയുടെ ഒരു രൂപമാണ്. അത് പുതിയ കാര്യമല്ല. പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഹാനിമാൻ ഹോമിയോപ്പതി തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ ഈ മെത്തഡോളജിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമ്മുടെ എഫിഷ്യൻസിയിൽ ഉണ്ടായിട്ടുള്ള ഉന്നമനം എനിക്ക് അതിൻ്റെ അനുഭവവേദ്യമായതുകൊണ്ട് ഹാനിമാനെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ ദിവസത്തിൽ. അതായത് അദ്ദേഹത്തിൻ്റെ നാളെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഹാനിമാൻ്റെ ചരമദിനമാവുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കേണ്ട ഒരു അവസരമായിട്ട് കൂടിയാണ് എല്ലാ ജൂലൈ 2 നമ്മളൊക്കെ കാണുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം തന്ന ഇതിൻ്റെ ഒഫീഷ്യൽസിനോട്, പ്രത്യേകിച്ച് ഡോക്ടർ അനിത, ഡോക്ടർ സിന്ധു എന്നിവരോട് ഉള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാറേ, ഒരുപാട് നല്ല ഇൻഫർമേഷൻ ആയിരുന്നു സാറേ. നമുക്ക് കേസ് ടേക്കിങ്ങിലാണെങ്കിലും നമ്മള് ഏത് ലെവലിൽ വേണം ഓരോ കേസുകളും കൈകാര്യം ചെയ്യേണ്ടത്, ഹാനിമാൻ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സാറിന്റെ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഒത്തിരി സന്തോഷം. സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ശരി, താങ്ക് യു സോ മച്ച്. ഡോക്ടറെ, എന്താ സാറ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ സാറ് ഒരുപാട് സർവീസുകൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെങ്കിലും ജൂനിയർ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ക്ലാസിക്കൽ മെത്തേഡ്, പ്രെഡിക്റ്റീവ് ഹോമിയോപ്പതിക് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും, അതിനുള്ള കോഴ്സുകളും, അതിനുള്ള നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുന്നതിനും, അതുപോലെ ക്യാമ്പുകളാണെങ്കിലും ഇതിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ക്യാമ്പുകളിലൊക്കെ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേസുകൾ ഡയറക്റ്റ് ആയിട്ട്, അപ്പൊ സാറിന്റെ അതുപോലെ പ്രെഡിക്റ്റീവ് ഫോളോ ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ നോളജ് നമുക്ക് കൂടുതൽ കിട്ടുകയും നമുക്ക് അതുപോലെ കേസുകൾ നല്ലതുപോലെ ഡീൽ ചെയ്യാൻ, നമുക്ക് കേസുകൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം കൊടുക്കാനും പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും സാറിനെ കോണ്ടാക്ട് ചെയ്യാം. സാറിന്റെ നമ്പർ ആണ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പില്. അപ്പം എല്ലാവരും ക്ലാസിക്കൽ മെത്തേഡ്, പ്രെഡിക്റ്റീവ് മെത്തേഡ്, ഹാനിമാനിയൻ മെത്തേഡ് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഇൻക്യൂറബിൾ ആണെന്ന് പറയുന്ന കേസുകളും ക്യൂറബിൾ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് സാറ്, സഞ്ജീവ് സാറും അതുപോലെ CJ വർഗീസ് സാറും ഈ ഒരു അവസരത്തില് ഹോമിയോപ്പതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള നമുക്കുള്ള സന്ദേശങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. എല്ലാവരോടുമുള്ള നന്ദി, സഞ്ജീവ് സാറിനോടും CJ വർഗീസ് സാറിനോടും അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സീനിയേഴ്സ് അതുപോലെ ജൂനിയേഴ്സ് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാർ? അതെ. താങ്ക് യു ഓൾ. വിഷ് യു ഓൾ a good Doctor's Day. Thank you so much. Thank you all. Good night.